മുഅ്മിനീങ്ങളെ, അബ്ദാലുകളുടെ അത്ഭുതങ്ങൾ എന്നതാണ് ഇന്ന് വിഷയത്തിന് നമ്മൾ നൽകിയ പേര്. അള്ളാഹുവിന്റെ ലക്ഷക്കണക്കിന് മഹാന്മാരായ ഔലിയാക്കൾ, ആ മഹാന്മാരായ ഔലിയാക്കൾ, ആ ഔലിയാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു വ്യത്യസ്തമായ പദവികളും സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നൽകിയ മഹാന്മാരുണ്ട്. അതൊരു അത്ഭുതകരമായ വലിയൊരു ലോകമാണ്. ഖുതുബുകൾ, അബ്ദാലുകൾ, നുജബാഉകൾ, നുഖബാഉകൾ, അങ്ങനെയുള്ള മഹാന്മാരായ ഔലിയാക്കൾക്കിടയിലെ വ്യത്യസ്ത സ്ഥാനക്കാർ, മഹാന്മാർ, അത് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ തീരുമാനിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ, നബിമാരെ, അവരിൽ നിന്ന് പ്രത്യേകം മുർസലീങ്ങളെ തെരഞ്ഞെടുത്തു, അവരിൽ നിന്ന് ഉലുൽ അസ്മുകളെ തെരഞ്ഞെടുത്തു, അവരുടെ ഏറ്റവും വലിയ നായകനായി, എല്ലാവരുടെയും നേതാവായി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞെടുത്തു. മലായിക്കത്തിന്റെ കൂട്ടത്തിൽ കോടിക്കണക്കിന് മലക്കുകളുണ്ട്. അതിൽ വ്യത്യസ്തമായ ജോലികളുള്ള മലക്കുകൾ, അവരുടെ കൂട്ടത്തിൽ നേതാക്കളായ മലക്കുകൾ, ഓരോ വിഭാഗത്തിലെയും ഉന്നതന്മാരായ നേതാക്കളായ മലക്കുകൾ, അവരുടെയൊക്കെ ഏറ്റവും വലിയ നേതാക്കൾ മുഖറബീങ്ങളായ മലക്കുകൾ, അവരുടെ ഏറ്റവും വലിയ നേതാവ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ്. മലായിക്കത്തിനിടയിലും അമ്പിയാക്കൾക്കിടയിലുമൊക്കെ ഈ നേതൃത്വം, ആ നേതൃത്വവും അതിന്റെ വിഭജനങ്ങളും ഒക്കെ നടത്തിയ അള്ളാഹു ഔലിയാക്കൾക്കിടയിലും അങ്ങനെ നേതൃത്വങ്ങളെയും ആ നേതൃവിഭജനങ്ങളെയും നടത്തിയിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലും എല്ലാ ഔലിയാക്കളുടെ നേതാവായ ഒരു ഖുതുബ് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, ലോകത്ത് ഏത് കാലഘട്ടത്തിലും 40 അബ്ദാലുകൾ ഉണ്ടാകും എന്ന്. വളരെ ഉന്നതന്മാരായ അബ്ദാലുകൾ, അവരുടെ മേലെ 7 വലിയ മഹാന്മാരായ ആളുകൾ, അങ്ങനെയുള്ള അതിന്റെ ക്രമങ്ങൾ ആ പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്. ആ വിഷയങ്ങൾ അങ്ങനെ വിശദമായി ചർച്ച ചെയ്യുകയല്ല. അതൊരു വലിയൊരു ലോകമാണ്, ആത്മീയമായ ഒരു അത്ഭുതകരമായ ലോകമാണ്. ആ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ആരാണ് ഈ 40 അബ്ദാലുകൾ? ഈ 40 അബ്ദാലുകൾക്ക് അവരുടെ മുകളിലുള്ള 7 ആളുകൾ ആരാണ് എന്ന് അറിയാൻ കഴിയില്ല എന്നാണ്. പക്ഷെ ആ 7 ആളുകൾക്ക് അറിയാം ഈ 40 ആളുകൾ ആരാണ് എന്ന്. അവരുടെ നിയന്ത്രണം ഇവർക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തന്നെ അറിയുന്നതും അറിയാത്തതുമായ വിഭജനങ്ങൾ നടത്തി അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകി പടച്ച റബ്ബ്. അതിൽ ഒരാൾ മരണപ്പെട്ടാൽ പകരക്കാരനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കും. ഈ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം ആ മഹാന്മാരായ ഔലിയാക്കളുടെ കരങ്ങളിലാണ്. ആ മഹാന്മാരെ അറിയുക, ഇഷ്ടപ്പെടുക, അവരെ മുഴുവൻ ബഹുമാനിക്കുക, അത് ഒരു മുഅ്മിനിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിക്കുക. തഅളീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനിക്കാൻ പറഞ്ഞവരെ മുഴുവനും ബഹുമാനിക്കാനും, പടച്ച റബ്ബ് നിന്ദിക്കാൻ പറഞ്ഞവരെ, നിന്ദിക്കാൻ പറഞ്ഞവയെ നിന്ദിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. അത് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയല്ല. അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിക്കാനും, നിന്ദിക്കാൻ പറഞ്ഞവരെ നിന്ദിക്കാനും മുഅ്മിനീങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടാനും, പടച്ച റബ്ബ് വെറുത്തതിനെ വെറുക്കാനും നമ്മുടെ ഇഷ്ടം നോക്കിയല്ല. മഹാന്മാരായ സ്വഹാബിമാര് കള്ള് കുടിച്ച് മദ്യപിച്ച സ്വഹാബിമാരുണ്ടായിട്ടുണ്ട്. പറയുന്നത് മുഴുവൻ കേൾക്കണം, അല്ലെ? പകുതി കേട്ട് ഉറങ്ങി തൂങ്ങിയാൽ നമ്മൾ ഇടങ്ങറാവും. ഒലിയര് പറഞ്ഞു കള്ളുടിയന്മാരായ സ്വഹാബിമാരുണ്ടായിട്ടുണ്ട്. ഇത് പറയുന്നത് എന്നല്ല ജാഹിലിയ കാലഘട്ടത്തിലെ കഥയല്ല പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ മുസ്ലിം ആകുന്നതിനു മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പല സ്വഹാബിമാരും ജാഹിലിയത്തിന്റെ പല തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. അതല്ല പറയുന്നത്. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു സ്വഹാബി ഇസ്ലാമിലേക്ക് വരുന്നതിനു മുമ്പുള്ള കഥയല്ല പറയുന്നത്. സ്വഹാബിമാർ
ആ സ്വഹാബിമാര് ഇസ്ലാമിലേക്ക് വരികയും അവർ ഇസ്ലാമിന് വേണ്ടിയുള്ള പടയോട്ടങ്ങളിൽ പങ്കെടുക്കുകയും അവർ നിസ്കരിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ഒക്കെ ചെയ്ത മഹാന്മാരായ സ്വഹാബിമാര് അവര് കള്ളു കുടിച്ചിട്ടുണ്ട്, അവരങ്ങനെ മരിച്ചിട്ടുണ്ട്, അവർ സ്വർഗം നേടിയിട്ടുണ്ട്. തൗബ ചെയ്തിട്ടില്ല, തൗബ ചെയ്യേണ്ട കാര്യം അവർക്കുണ്ടായിട്ടില്ല. കാരണം അത് കള്ള് ഇസ്ലാം പറ്റെ ഹറാമാക്കുന്നതിന് മുമ്പായിരുന്നു. ഇസ്ലാം മദ്യത്തെ ഹറാമാക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലെ. ഒരു ഘട്ടത്തിൽ പള്ളിയിലേക്ക് വരുമ്പോ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു, നിസ്കരിക്കാൻ വരുമ്പോ കള്ളു കുടിക്കരുത്, അല്ലാതെ വീട്ടിൽ നിന്നൊക്കെ കുടിക്കാം, അങ്ങനെയായിരുന്നു നിയമം. ആ നിയമമുള്ള കാലഘട്ടത്തിൽ മരിച്ചുപോയ സ്വഹാബിമാരുണ്ട്, അവര് നിസ്കരിച്ചിട്ടുണ്ട്, അവരെല്ലാ ഇബാദത്തും ചെയ്തിട്ടുണ്ട്. മുത്തുനബിയുടെ സ്വഹാബിമാരാണ്. അവര് വീട്ടിൽ പോയപ്പോൾ കള്ളും കുടിച്ചിട്ടുണ്ട്. അവര് അതിന്റെ പേരിൽ തൗബ അവർക്ക് ചെയ്യേണ്ടതില്ല, അവരങ്ങനെ മരിച്ചുപോയി. കള്ള് തന്നെയാണ്, മാറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കള്ള് കുടിച്ചവർ മദ്യപിച്ച ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം കൊടുത്തു. അതേ മദ്യം, ഒരു വ്യത്യാസമല്ല, അതേ മദ്യം പിന്നീട് മദ്യപിച്ച ആളുകൾക്ക് അല്ലാഹു നരകവും കൊടുത്തു. അത് മദ്യം കുടിച്ചു എന്ന കാരണത്താൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വെറുത്തു പടച്ച റബ്ബ് നിരോധിച്ചു. അല്ലേ? നമ്മൾ ചിന്തിക്കണം, സംഗതി മദ്യം അതിന് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ അതിന്റെ കുറച്ച് വീര്യം, കുറച്ച് വെള്ളം കൂട്ടിക്കളാം, എന്നാ കുഴപ്പമില്ല എന്നല്ല. മുന്തിരിയിൽ നിന്ന് കള്ളുണ്ടാക്കിയിരുന്നു, ഈത്തപ്പഴത്തിൽ നിന്ന് ഈത്തപ്പനയിൽ നിന്ന് കള്ളുണ്ടാക്കിയിരുന്നു. ഇവിടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിരോധിച്ചു, പടച്ച റബ്ബ് വെറുത്തു എന്നതാണ്. അല്ലാതെ മദ്യത്തിന് വല്ല വ്യത്യാസവും വന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിന്റെ അളവിൽ വ്യത്യാസം വന്നതുകൊണ്ടല്ല. കുറച്ച് മദ്യം എന്ന് പറഞ്ഞാൽ അത് ലഹരി ഉണ്ടാക്കുന്നത് കൊണ്ടാണ്, മനുഷ്യന്റെ ബുദ്ധിയെ മറിക്കുന്നത് കാരണത്താലാണ്. അല്ലെ? കുല്ലു മുസ്കിരിൻ ഹറാം, അതുകൊണ്ടാണ് ഹറാമായത്. ഇനി ഒരാൾ ആകെ ഒരു സ്പൂണ് മദ്യം കുടിക്കുന്നുള്ളൂ, അതുകൊണ്ട് ലഹരി ഒന്നും വരുന്നില്ല, അവന് ബുദ്ധിയൊന്നും അറിയണില്ല, എന്നാ പിന്നെ ആ ഒരു സ്പൂൺ കുടിക്കൽ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഒരു വിഷയത്തിൽ ദീനുൽ ഇസ്ലാം ശരീഅത്ത് ഒരു നിയമം പറയുന്നത് ചിലപ്പോൾ അതിന് കാരണങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം ഹറാമാക്കാൻ കാരണം നമ്മുടെ ബുദ്ധി പോകും, ബുദ്ധി മറിയും എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണ്, ചില ആളുകൾക്ക് ഇനി ഒരു ഗ്ലാസ് കുടിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എന്റെ ബുദ്ധി ഒന്നും അറിയണില്ലല്ലോ, ബുദ്ധി മറിഞ്ഞാലല്ലേ, മുസ്കിറാണെങ്കിലല്ലേ അത് ഹറാമാവുള്ളൂ എന്ന് പറഞ്ഞ് അത് കുടിച്ചാൽ ഹറാമാവാതിരിക്കൂല. കാരണം അത് ഒരു സ്പൂൺ കുടിച്ചാലും ഒരു തുള്ളി കുടിച്ചാലും അത് ശറഅ് പറഞ്ഞു അത് കുടിക്കരുത് എന്ന്, അത് ഉപയോഗിക്കരുത് എന്ന്. അതിന് ചിലപ്പോൾ കാരണം ഉണ്ടാവും, ഇല്ലാതിരിക്കാൻ. ചിലപ്പോൾ കാരണം നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവാതിരിക്കും. അല്ലേ? മണ്ണ് തിന്നൽ ഹറാമാണ്. വിഷവസ്തുക്കളൊക്കെ തിന്നലും കുടിക്കലും അത് ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിന് കേടുപാടുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ തിന്നലും കുടിക്കലും ഹറാമാക്കി. കേടുപാടുണ്ടാക്കുക എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വേണ്ടി റഹ്മത്തായി, കാരുണ്യമായി ഉദ്ദേശിച്ച ചില കാര്യങ്ങളാവാം. നമുക്ക് തോന്നാണ് അത് ഞാൻ മണ്ണ് തിന്നാൽ എനിക്ക് കേടൊന്നും ഉണ്ടാവില്ല, എന്നാലും മണ്ണ് തിന്നാൻ പാടില്ല, കാരണം അത് അല്ലാഹു നിഷിദ്ധമാക്കി. അപ്പോൾ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു എപ്പോഴാണോ വെറുത്തത്, അല്ലാഹു വെറുത്തതിനെ വെറുക്കുക, അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക. നമ്മളിങ്ങനെ ചിന്തിച്ചു, സംഗതി ഇപ്പൊ എന്ന് പറഞ്ഞാലും ഇബ്ലീസിനെ ഇത്ര വലിയ വെറുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉള്ളത്? കാരണം അയാളെ കുറിച്ച് നമ്മൾ കേട്ടു നോക്കുമ്പോ ഇബ്ലീസ് ചെയ്ത ഇബാദത്തുകൾ എത്ര, നമ്മെക്കാളൊക്കെ എത്രയോ ഇബാദത്ത് ചെയ്തു, എത്രയോ സുജൂദ് ചെയ്തു, എത്രയോ ഇൽമുള്ള ആള്. സംഗതി തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ വെറുക്കണോ? ലഅനത്തുല്ലാഹി അലൈഹി, പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലൽ നമുക്ക് ഇബാദത്താക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാക്കി. അത്ര വലിയ വെറുക്കപ്പെട്ടവനായി. അപ്പൊ നമ്മൾ ചിന്തിച്ചു, എന്തിനാ ഇതിനു മാത്രം വെറുക്കാൻ? അല്ലെ? ഇബ്ലീസ് എന്താ ചെയ്യുന്നത്? അത്രയൊന്നും വേണ്ടിയെന്നില്ല നമ്മൾ ചിന്തിച്ചാലോ? പറ്റൂല. കാരണം അല്ലാഹു അങ്ങേയറ്റം വെറുക്കാൻ പറഞ്ഞു, അപ്പോൾ അവനെ അങ്ങേയറ്റം വെറുത്തോളണം. മനാദാലി വലിയൻ, എന്റെ ഔലിയാക്കൾക്ക് അവരോട് ആരെങ്കിലും എതിരായാൽ, എന്റെ ഔലിയാക്കളോട് ആരെങ്കിലും എതിരായാൽ,
ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് അല്ലാഹു രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയ ഗൗരവത്തിലാ പറഞ്ഞത്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ നമ്മൾ വെറുത്താൽ, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളോട് നമ്മൾ എതിരായാൽ, അല്ലാഹു നമ്മോട് എതിരാകുന്നല്ല, എതിരായി പടച്ച റബ്ബ് നമ്മോട് യുദ്ധം പ്രഖ്യാപിക്കും. അല്ലാഹ്ക്ക് അത്ര വലിയ ഉറപ്പാണ്. വേറെ എന്തൊക്കെ വലിയ തെറ്റ് ചെയ്ത ആളുകൾ അവരോട് യുദ്ധം പ്രഖ്യാപിക്കും എന്ന് അല്ലാഹു പറഞ്ഞില്ല. പടച്ച റബ്ബ് അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടണം, ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, ആദരിച്ചവരെ ആദരിക്കണം. അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടണം. അല്ലാഹുവിന്റെ വമയ്യുഅള്ളിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കണം. അത് ബഹുമാനിച്ചാൽ അതാണ് തഖ്വ. അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയോ ഇല്ലേ എന്നുള്ളതല്ല കാര്യം. ഹജറുൽ അസ്വദ് മുത്തണം ഒരു കല്ലല്ലേ? മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കണം, അതും ഒരു കല്ലല്ലേ? ആ ചിന്തക്കൊന്നും കാര്യമില്ല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനിക്കാൻ ആദരിക്കാൻ പറഞ്ഞു. പരിശുദ്ധമായ സംസം വെള്ളത്തിന് അല്ലാഹു അത്ഭുതകരമായ കഴിവ് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വ്യക്തികളെ, ചില ആളുകളെ, ചില സ്ഥാനങ്ങളെ, ചില സ്ഥലങ്ങളെ, ചില വസ്തുക്കളെ ബഹുമാനിച്ചു, ചില ആളുകളെ വെറുക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് താല്പര്യമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ, മഹാന്മാരെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്ക് തന്നെ, ആ ഇഷ്ടവും ആ അടുപ്പവും അള്ളാഹുവിന് അവരോടും അവർക്ക് അള്ളാഹുവിനോടുമുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും ബഹുമാനവും അടുപ്പവും ഉണ്ടായതിന്റെ പേരില്ല. ഇനി ആരാണ് മഹാന്മാരായ ഔലിയാക്കൾ, പ്രത്യേകിച്ച് അബ്ദാലുകൾ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ അബ്ദാലുകൾ, എന്റെ ഉമ്മത്തിലെ അബ്ദാലുകൾ, അവർ ഇത്ര വലിയ ഉന്നതമായ സ്ഥാനം നേടിയത് അവർ ഒരുപാട് നോമ്പ് നോച്ചിട്ടല്ല, ലാബി കസറത്തി സ്വലാത്തി വസ്സൗം, ഒരുപാട് നോമ്പും ഒരുപാട് നിസ്കാരവും ഒരുപാട് ദിക്റും ചൊല്ലിയിട്ടല്ല അബ്ദാലുകളായത്. അവർക്ക് ആ ഉന്നതമായ സ്ഥാനം കിട്ടിയത് ഈ ഉമ്മത്തിനോട് ഉള്ള സ്നേഹം, കാരുണ്യം, ഈ ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷ, ഷഫഖത്ത്, നുസ്ഹത്ത്, ജനങ്ങളോട്, ആളുകളോട് അവരോടുള്ള ഗുണകാംക്ഷയും അവരോടുള്ള ഇഷ്ടവും അവരോടുള്ള താല്പര്യവും അവർക്ക് ചെയ്തു കൊടുത്ത ഗുണഗണങ്ങളും അവരോട് കാണിച്ച ഔദാര്യവും. അതുകൊണ്ടാണ് വലികുല്ലി വാഹിദിൻ തരീഖും മിൻ തുറുഖ യഖ്താറു ഫയകൂനു മിൻ ദാ വാസില കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ വകകസറത്തിൽ ഔറാദി കസ്സൗമി സ്വലാ വകഖിദ്മത്തിൽ ലിന്നാസി വൽ ഹംലിൽ ഹതബ് لتصدق بمحصل متمولا. മഹാന്മാരായ ഔലിയാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ്, ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. യഖ്താറു ഫയകൂനു മിൻ ദാ വാസില, അത് ഓരോരുത്തർക്ക് പറ്റിയ വഴികൾ ഓരോരുത്തർ തിരഞ്ഞെടുക്കും. ചില ആളുകൾ ബൈനൽ അനാമി മുറബ്ബിയ, ജനങ്ങൾക്കിടയിൽ തർബിയത്ത് ചെയ്തിട്ട്, അല്ലേ, അങ്ങനെയുള്ള ചില മഹാന്മാരുണ്ട്. അവരിങ്ങനെ ജനങ്ങളെ തർബിയത്ത് ചെയ്യും, ജനങ്ങൾക്ക് വയല് പറഞ്ഞു കൊടുക്കും, ഓരോ സമയത്തും അവരുടെ ഓരോ കാര്യത്തിലും ഇടപെടും, ശ്രദ്ധിക്കും, അല്ലെ, നിയന്ത്രിക്കും. അത് പ്രത്യക്ഷമായ നിയന്ത്രണമുള്ളവരുണ്ട്, നമുക്ക് അറിയാത്ത നിയന്ത്രണം. മുറബ്ബിയായ മശായിഖന്മാര്, അത്ര വലിയ കഴിവുള്ള മഹാന്മാരുണ്ട്. അല്ലാഹു അങ്ങനെയുള്ള മഹാന്മാരുമായൊക്കെ ബന്ധപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് കാര്യം അപ്പോഴേക്കപ്പോൾ അത് പറയാ, അത് ഒരു പിന്നെ ഞാനിപ്പോ എങ്ങനെ പറയാന്നുള്ള ചിന്ത ഉണ്ടാവൂല. ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒക്കെ ശൈലി എങ്ങനെയാണ്? എവിടെ ചെന്നാലും ആരോട് പറഞ്ഞാലും, ഒരു മുതലാളിയുടെ വീട്ടിൽ ചെന്നാലും മുതലാളിയല്ലേ അവരോടിപ്പോ എങ്ങനെ പറയാന്നില്ല. അവന്റെ വീട്ടിൽ ഒരു തെറ്റായത് കണ്ടാൽ അത് അപ്പൊ പറയും. അത് അങ്ങനെ ഒരു ശീലാണ്. ഉസ്താദിന്റെ കൂടെ ഒരു സ്ഥലത്ത് പോയപ്പോ ആ വീട്ടിലൊക്കെ നല്ല ചുവന്ന കളർ കസേരയാണ്. ഉസ്താദ് പറഞ്ഞു, ഇത് മാറ്റണം.
മഹാനവറുകൾ പറഞ്ഞ് ചുവപ്പ്, ഈ ചുവന്ന കസേര, ചുവന്ന കാര്യം, അതൊക്കെ ശൈത്താന്റെ കളറാണ്. അത് ചുവന്ന കസേര വീട്ടിലുണ്ടായി എന്ന് വിചാരിച്ചത് ഹറാമ് എന്നുള്ളൊരു വിധി ഹുക്കുമുണ്ടായത് കൊണ്ട് പറയല്ല. പക്ഷെ ശൈത്താൻ ഇഷ്ടപ്പെടുന്ന വർണ്ണമാണത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കറുപ്പ്, ചുവപ്പ്, അത് രണ്ടും ശൈത്താന് വലിയ ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ബർക്കത്തുണ്ടാവൂല, അത് ഒഴിവാക്കണം. അല്ലേ? അപ്പൊ ഈ റമദാൻ മാസത്തില് ഒരു നോമ്പ് തുറ നമ്മുടെ ഈ പട്ടാമ്പി അടുത്ത് ഒരു സ്ഥലത്ത് ഒരു വീട്ടിലുണ്ടായി. വലിയ സമ്പന്ന കുടുംബാണ്. ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ പലരും അവിടെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ നടന്ന ചില കാര്യങ്ങൾ അവിടെ കണ്ടപ്പോ അവരെ വിളിച്ച് വളരെ ഗൗരവത്തിൽ പറഞ്ഞു. ഉസ്താദിനെ അവര് വിളിച്ചുകൊണ്ടുവന്നൊരു അതിഥിയാണ്. ഇവര് വലിയ പണക്കാരല്ലേ എന്ന് വിചാരിച്ച് ശറഈയായ ഒരു കാര്യം പറയേണ്ടത് പറയാതിരിക്കുക. ഭക്ഷണം കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു വറ്റ താഴെ വീണാൽ ഉസ്താദ് പറയാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ വറ്റ താഴെ വീണാൽ അതെടുത്ത് അത് കഴിക്കുകയും ചെയ്യും. അത് വലിയൊരു പറച്ചിലൊന്നും പറയണ്ട, അല്ലേ? നമ്മുടെ വറ്റ താഴെ വീണു, അത് ഉസ്താദ് എടുത്തിട്ട് അത് കഴിക്കുകയാണെങ്കിൽ നമ്മളോടത് പറയണ്ട. അത് നമ്മുടെ കൽബിൽ വല്ലാതെ കൊണ്ടു. ഒരു അക്ഷരം പറയാതെ ഉള്ള ഏറ്റവും വലിയ ഒരു തർബിയത്താണ്. നമ്മുടെ കയ്യിൽ നിന്ന് വീണ് ഒരു വറ്റ എടുത്ത് മൂപ്പരായി നിന്ന് അപ്പോൾ പറയണ്ട, വീണ വറ്റ തിന്നണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണെന്നൊന്നും പറയണ്ട. ഇങ്ങനെ ജനങ്ങളെ തർബിയത്ത് ചെയ്യുന്ന, പ്രത്യക്ഷമായും പരോക്ഷമായും തർബിയത്ത് ചെയ്യുന്ന മഹാന്മാർ. അതേപോലെ ധാരാളം വിറുതുകൾ, ധാരാളം വിക്റുകൾ. അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ ഒരു തെറ്റ് സംഭവിച്ചു എന്നതിന്റെ പേരിൽ അത് പൊറുപ്പിക്കാൻ എത്ര ഇസ്തിഗ്ഫാർ? എത്ര? 1,00,000 ഇസ്തിഗ്ഫാർ. അല്ലേ? എത്രയോ ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർ, എത്രയോ വിറുതുകൾ, ഔറാദുകൾ അധികരിപ്പിച്ചവർ. ഇവിടെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അല്ല ഈ നിങ്ങളിപ്പോ ഇങ്ങനെ കുറെ ദിക്റുണ്ട്, കുറെ വിറുതുണ്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഹിസ്ബുൽ ബഹർ ചൊല്ലി, വിറുദുൽ ലത്തീഫ് ചൊല്ലി, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ? ഹദ്ദാദ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? അല്ലെ? ഈ പറഞ്ഞ ദിക്റുകളൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? അപ്പൊ നമ്മൾ ചെല്ലാൻ പോകുന്ന, ഇനിയും നമ്മൾ ചെല്ലാൻ പോകുന്ന പലതുണ്ട്. ഇമാം നവവി തങ്ങളുടെ വിറുദുണ്ട്, വിറുദുൻ നവവി ഉണ്ട്, ഹിസ്ബുൻ നസറുണ്ട്, അതേപോലെ ഒരുപാട് നൂറുൽ ഈമാനുണ്ട്, കൻജുൽ അർശുണ്ട്, പ്രത്യേകമായ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇതൊക്കെ ഇപ്പൊ ദീനിൽ ഇതൊക്കെ ഇങ്ങനെ ചൊല്ലണം. നിങ്ങൾ ഇങ്ങനെ പറയും, ഓരോ മൗലവിമാര് പറയും, അത് 500 ചൊല്ലണം, 1000 ചൊല്ലണം, 70,000 ചൊല്ലണം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുണ്ട്, പറയാത്തതും ഉണ്ടാവും. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും പറയാത്തതും ഉണ്ടാകും. അപ്പൊ ചോദ്യം, ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ അങ്ങനെ വളരെ അനിവാര്യവും വളരെ ഉപകാരമുള്ളതൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഔറാദുകൾ, ഇങ്ങനെയുള്ള വിറുതുകൾ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികരിപ്പിച്ചില്ല? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. മഹാന്മാരായ ഉലമാ അതിന് മറുപടി പറഞ്ഞത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ നേതാവാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്താൽ അത് ഈ ഉമ്മത്ത് അത് ഏറ്റെടുക്കും. ഈ ഉമ്മത്ത് അത് ഏറ്റെടുത്താൽ, മഹാന്മാരതിന് ഉദാഹരണം പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് 3 ദിവസമേ പരിശുദ്ധമായ തറാവീഹ് നിസ്കരിച്ചുള്ളൂ. പിന്നെ റസൂൽ അത് പിന്മാറി. എന്തേ കാരണം? അള്ളാന്റെ റസൂല് തറാവീഹ് നിസ്കരിക്കാൻ ഹദീസിന്റെ കിതാബുകൾ നമ്മൾ കാണുന്നു 3 ദിവസേ മുത്തനബി വന്നുള്ളൂ, പിന്നെ അള്ളാന്റെ റസൂൽ വന്നില്ല. റസൂലുള്ള അതിന് പിന്മാറി. എന്താ കാരണം? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയപ്പെട്ടു. കാരണം 1-ാമത്തെ ദിവസം ആള്, 2-ാമത്തെ ദിവസം അതിനേക്കാൾ എത്രയോ ഇരട്ടി ആള്, 3-ാമത്തെ ദിവസം ആളെ കൊണ്ട് പള്ളി നിറഞ്ഞു കവിഞ്ഞു. ഇനി 4-ാമത്തെ ദിവസം മുത്തനബി വന്നാൽ അതിനേക്കാൾ ആള് കൂടും. മാത്രമല്ല, ഈ ഉമ്മത്തിന്റെ സഹാബത്തിന്റെ ഈ ആവേശം കണ്ടാൽ അള്ളാഹു എങ്ങാനും ഇത് ഫർളാക്കിയാലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. മുത്തനബിക്ക് അള്ളാഹു ഫർളാക്കിയാൽ അള്ളാന്റെ റസൂലിന് വലിയ സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സുന്നത്തായ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തായിരുന്നു?
ഫർളായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് 20, 40, 100 റക്അത്ത് റമദാനിലല്ല എല്ലാ ദിവസവും അള്ളാഹു ഫർളാക്കിയാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഏറ്റെടുക്കാനും അത് ചെയ്യാനും തയ്യാറാണ്. പക്ഷെ മുത്തുനബി അള്ളാന്റെ റസൂല് എന്റെ ഉമ്മത്തിനത് താങ്ങാനാവൂലേ എന്നെന്തായി പേടിച്ചു. എനിക്ക് മനസ്സിലാക്കണം, അള്ളാന്റെ റസൂല് 3 ദിവസം 4ാമത്തെ ദിവസം വന്നില്ല. അപ്പൊ സ്വാഭാവികമായി പിന്നെ ആളുകളും അങ്ങനെ വലിയ ആവേശത്തോടെ വരാതായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് നിസ്കരിച്ചു. സ്വഹാബത്ത് ചില ആളുകൾ ഒറ്റക്ക്, അല്ലെങ്കിൽ ചെറിയ ജമാഅത്തുകൾ. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് വലിയ ജമാഅത്ത് പിന്നെ നടപ്പായത്. കാരണം ഉമർ റളിയല്ലാഹുവിന് അറിയാം ഇനി വഹി ഇറങ്ങൂല, ഇനി ഇത് നിർബന്ധമാവുന്നില്ല. പിന്നെ സിദ്ദീഖ് തങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അത് മഹാനവരോട് വലിയ സൂക്ഷ്മതയാണ്. മഹാനായ സിദ്ദീഖ് തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. കാരണം മുസഹഫ് ക്രോഡീകരിക്കാൻ പറഞ്ഞപ്പോ തന്നെ മഹാനവർ ഒന്ന് മടിച്ചു നിന്നു. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പറ്റൂല സിദ്ദീഖ് തങ്ങളെ, ഖുർആൻ അത് മുസാഫ് രൂപത്തിൽ ക്രോഡീകരിച്ചിട്ടില്ലെങ്കിൽ ഹാഫിളുകളൊക്കെ മരിച്ചുപോയ ഖുർആൻ നമുക്ക് നഷ്ടപ്പെടും. അപ്പോഴും ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ നിലപാട് മുത്തുനബി ചെയ്യാത്ത ഒരു കാര്യം നമ്മളെങ്ങനെ ചെയ്യുക എന്നതാണ്. അപ്പൊ സിദ്ദീഖ് തങ്ങൾ ഇവിടെ ചിന്തിച്ചത് തറാവീന്റെ കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ പിന്മാറിയ ഒരു കാര്യമാണ്, ഇനി നമ്മളത് ചെയ്യണ്ട എന്ന് സിദ്ദീഖ് തങ്ങൾ ചിന്തിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് റസൂലുള്ള പിന്മാറാൻ എന്താ കാരണം? ആ കാരണം അല്ലാഹു വഹയിലൂടെ നിർബന്ധാക്കിയാലത് പേടിച്ചിട്ടാണ്. ഇന്റെ കാലത്ത് ജിബ്രീൽ ഇറങ്ങിയിട്ടത് എന്തായാലും നിർബന്ധാവൂല എന്ന് അതിന്റെ ആ കാരണം മനസ്സിലാക്കി. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലപാട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ റഹ്മത്തായി അങ്ങനെയുള്ള നിലപാടുകാരെ പടച്ച റബ്ബ് നിശ്ചയിച്ചെന്നതല്ലേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉള്ള ഔറാദുകൾ, വിറുതുകൾ അധികരിപ്പിക്കാതിരുന്നതും, അതേപോലെ ഇങ്ങനെ വലിയ വിപുലമായ സദസ്സുകളൊക്കെ വിളിച്ചുകൂട്ടി ലക്ഷക്കണക്കിന് ദിക്റുകളൊക്കെ ചൊല്ലി തീർക്കുന്ന ഹൽക്കകളൊക്കെ മുത്തുനബി ഉണ്ടാക്കാതിരുന്നതിന്റെ കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ശറഇന്റെ നിയമമാക്കണ്ട എന്ന് ഈ ഉമ്മത്തിനോട് കാരുണ്യം കൊണ്ട. എന്നാൽ പിന്നെ പിൽക്കാലക്കാരായ മഹാന്മാര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മീയ ലോകത്ത് മഹാന്മാരായ വലിയ മഹാന്മാർക്ക് സ്വപ്നത്തിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്ത സദസ്സുകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മുത്തുനബി ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് ഭാരമാവരുത് എന്ന് കരുതിയാണ്, അല്ലേ? കാരണം ചിലപ്പോ അത് റസൂലുള്ള ചെയ്തതുകൊണ്ട് നിർബന്ധമാണെന്ന് ചില ആളുകൾ മനസ്സിലാക്കും. അപ്പൊ ഈ ഉമ്മത്തിന് ഭാരാവും. അല്ലാഹുവിന്റെ റസൂൽ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു, അപ്പോഴും ഈ ഉമ്മത്തിന് ഭാരാവുമെന്ന് പേടിച്ചു. 5 നേരവും മിസ്വാക്ക് ചെയ്യൽ, ബ്രഷ് ചെയ്യൽ നിർബന്ധമാക്കണമെന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷെ എന്റെ ഉമ്മത്തിന് അത് വലിയ ബുദ്ധിമുട്ടാകും. 5 നേരം 5 വഖത്തിലും ബ്രഷ് ചെയ്യൽ നിർബന്ധാക്കിയാൽ അത് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞു. ഇബാദത്തുകളുടെ കാര്യത്തിലൊക്കെ ഭാരം കുറക്കുക എന്ന നിലപാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. നമ്മുടേത് ഭാരം കൂട്ടുക എന്നല്ല. ഇതൊക്കെ വേണ്ട ആളുകൾക്ക് ചെയ്യാം. ഇവിടെ പറഞ്ഞില്ലേ, ശ്രദ്ധിക്കേ, ഇവിടെ ഓരോരുത്തർക്കും ഓരോ വഴി തിരഞ്ഞെടുക്കാം. ഇവിടെ ഔലിയാക്കൾ തിരഞ്ഞെടുക്കുന്ന വഴി, ചില ആളുകൾ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അങ്ങനെ ജീവിച്ചു, ജനങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു, ജനങ്ങൾക്കൊപ്പം യാത്ര ചെയ്തു, ജനങ്ങൾക്കൊപ്പം നിസ്കരിച്ചു. സാധാരണയുള്ള കാര്യങ്ങളൊക്കെ അതില് ദീനിന്റെ ഹുക്കുമുകൾ, നിബന്ധനകൾ, നിർബന്ധങ്ങൾ, ഫറളുകൾ, സുന്നത്തുകൾ, കറാഹത്തുകൾ, ഹറാമുകൾ അതൊക്കെ ശ്രദ്ധിച്ച് നിയന്ത്രിച്ച് അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ നടപ്പാക്കി അങ്ങനെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച മഹാന്മാർ. പിന്നെ വേറെ ചില ആളുകൾ കസറത്തിൽ ഔറാദ്, അവർക്ക് ഇങ്ങനെ ഉള്ള പണിയൊന്നുമില്ല. അവര് അത് പറയാൻ പോകൂല. അവരിങ്ങനെ പിന്നെ ജനങ്ങളെ നിയന്ത്രിക്കുക, ജനങ്ങളോട് കൂടുതൽ വർത്താനം പറയാ, ആ പരിപാടിയൊന്നുമില്ല. അവരിങ്ങനെ ദിക്റ് വിറുത് ഇങ്ങനെ ചൊല്ലി തസ്ബീഹാലും ചൊല്ലി അങ്ങനെ ലക്ഷങ്ങൾ ചൊല്ലി അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. വേറെ ചില ആളുകൾ അവര് പിന്നെ ദിക്റും വിറുതൊക്കെ അവർക്ക് കുറവാണ്. അവർക്ക് ഒരുപാട് നിസ്കാരാണ്, കണ്ടമാനം നിസ്കാരം, നിസ്കരിക്കന്നെ പിന്നെ നിസ്കരിക്കന്നെ. എല്ലാ ദിവസവും നോമ്പ് തന്നെ. അല്ലെങ്കിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പ് മുത്തുനബി ഇഷ്ടപ്പെട്ട നോമ്പാ, ഒന്നരാടം നോമ്പ്. ഒരു ദിവസം നോമ്പ് അടുത്ത ദിവസമല്ല, അങ്ങനെ ഒന്നരാടം നോമ്പ്. 96 നോമ്പ് അവരെടുക്കും, സുന്നത്തായ നോമ്പുകളൊക്കെ അവരെടുക്കും. ഇങ്ങനെ നോമ്പ് വർദ്ധിപ്പിക്കുന്ന ആളുകൾ ഓരോരുത്തരും ഓരോ വഴി തെരഞ്ഞെടുത്തും.
ചില ആളുകൾ തെരഞ്ഞെടുത്ത വഴിയോ വേറെ ചില ആളുകൾ തെരഞ്ഞെടുത്ത വഴി എന്താണെന്നറിയോ? അവര് മല കയറിപ്പോകും, വറക് വെട്ടും, എന്നിട്ട് അങ്ങാടി കൊണ്ടുപോയി വെക്കും. വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കും, നാട്ടിലെ വൃദ്ധന്മാരെ സഹായിക്കും, കഷ്ടപ്പെടുന്നവരെ സഹായിക്കും, യത്തീമുകളെ സംരക്ഷിക്കും, പാവങ്ങളോട് കൃപ തോന്നും. കയ്യിലുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കും, അല്ലെങ്കിൽ അവർ ഖിദ്മത്ത് ചെയ്തു കൊടുക്കും. ഇനി അവരെടുത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യുക? അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കും, പാവങ്ങളെ സഹായിക്കുക. അവരുടെ പണി അതാണ്. അവർക്ക് കൂടുതൽ നോമ്പില്ല, അവർക്ക് കൂടുതൽ നിസ്കാരങ്ങളില്ല, അവർക്ക് കൂടുതൽ ദിക്റുകളും വിറുതുകളുമില്ല, അവർ ജനങ്ങൾക്കിടയിൽ തർബിയത്ത് ചെയ്യാൻ നടക്കുന്നില്ല. അവരെ പണി എന്താ? അവരെ പണി നേരം വെളുത്താൽ നല്ലൊരു ശതമാനം സമയം പാവങ്ങളെ സംരക്ഷിക്കുക, രോഗികളെ സഹായിക്കുക, അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അവർക്ക് പണം കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക. ഇതാണ് അവരുടെ ഏർപ്പാട്. മഹാന്മാരായ അബ്ദാലുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പണി ഇതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദാലുകൾ അവർക്കുണ്ട്. ഞാൻ പറഞ്ഞ ഈ 40 ആളുകൾ എന്ന് പറഞ്ഞ ആ അബ്ദാലുകൾ, അവർക്ക് വേറെ ഒരുപാട് യോഗ്യതകൾ മഹാന്മാരായ മശായിഖന്മാർ, തസവ്വുഫിന്റെ അഹ്ലുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട 40 അബ്ദാലുകൾ എന്ന് പറഞ്ഞ ആ അബ്ദാലുകൾക്ക് അവര് വെറുതെ അവർക്ക് ദിക്റുമില്ല, അവർക്ക് നിസ്കാരമില്ല, അവർക്ക് അതൊക്കെ കുറവാണ് എന്നല്ല. പൊതുവെ അബ്ദാലുകൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. ചില ഹദീസിൽ ബുദലാ എന്ന്, ചില ഹദീസ് അബ്ദാലി എന്ന് രണ്ട് വിഭാഗത്തിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞു. അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വഴി ഇതാണ്: ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുക, സഹായിക്കുക, അവരോടൊപ്പം നിൽക്കുക എന്നതാണ്. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ കൂട്ടത്തിൽ പെട്ടയാളായിരുന്നു. മഹാനവറുകളുടെ നാട്ടില് ഒരു നായ, ആ നായക്കെന്ത രോഗം ബാധിച്ചു. നായ നല്ല നായ നജസ് അല്ലേ? ആളുകൾ അർപ്പും വെറുപ്പുണ്ടാക്കണ കണ്ടാല് നമ്മള് നായ എവിടെ കണ്ടാല് അപ്പൊ കല്ലെടുത്ത, അത് നമ്മളെ സ്വഭാവം. നായനെ കണ്ടോ കല്ലെടുക്കുക, നമ്മളെ സ്വഭാവം അല്ലേ? നമുക്ക് വെറുപ്പാണ്. നായ അല്ലാഹുവിന്റെ ഒരു മഖ്ലൂഖാണ്. അതിന് എറിയാം, അതിനെ ആട്ടാം, അത് ആവശ്യത്തിനനുസരിച്ച്. വെറുതെ നായനെ കാണുമ്പോഴത്തേനും എന്ത് ചെയ്യണ്ട? കല്ലെടുത്ത് എറിയണ്ട. നമ്മൾ ഉപദ്രവിക്കാൻ വരികയാണെങ്കിലൊക്കെ പ്രതിരോധിച്ചാൽ മതി. വെറുതെ ആവശ്യമില്ലാതെ, ഒരാവശ്യമില്ലാതെ നായനെ കണ്ടാൽ വെറുതെ എറിഞ്ഞാട്ടുക എന്നുള്ളൊരു രീതി അല്ലേ? ഉപദ്രവകാരികളായ ഏത് ജീവികളാണെങ്കിലും നമുക്ക് പ്രതിരോധിക്കാം, കൊല്ലേണ്ട സമയത്ത് കൊല്ലാം. അതൊക്കെ ശറഅ് അനുവദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിർബന്ധാക്കിയിട്ടുണ്ട് കൊല്ലല്, ചില ഘട്ടങ്ങളിൽ അത് സുന്നത്താക്കിയിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയം. പക്ഷെ എന്നാലും ഇതൊരു ജീവിയാണല്ലോ. ബഹുമാനിക്കപ്പെടുന്ന നായകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? സ്വർഗത്തിലേക്കുള്ള നായുണ്ട്, അൽ കഹ്ഫിലെ നായയുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരും അൽ കഹ്ഫിന്റെ ആ ഗുഹയിലേക്ക് ചെന്നു. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നായക്ക് ജീവൻ കൊടുത്തു അല്ലേ? അൽ കഹ്ഫ് അത് ജോർഡാനിലാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. 100% അങ്ങനെയൊന്നല്ല, അങ്ങനെയാണ്. ഇപ്പോ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ സിയാറ, ആ ഭാഗങ്ങളിലേക്കൊക്കെ സിയാറ സാധാരണ നടക്കാറുണ്ട്. ഈജിപ്ത്, അതേപോലെ ഫലസ്തീൻ, ജോർഡാൻ, ആ യാത്രയിൽ പോകുന്ന ആളുകളൊക്കെ ജോർഡാനിൽ മഹാന്മാരായ അവരുടെ ഗുഹാവാസികളുടെ ആ ഗുഹ സന്ദർശിക്കാറുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവിടെ നായൊക്കെ അവരൊക്കെ പിന്നെ മരിച്ചുപോയി, അവരൊക്കെ അവരുടെ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അവിടെ പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നായക്ക് അവിടെ ഹയാത്ത് കൊടുത്തു എന്നും അങ്ങനെ അവരുമായി സംസാരിച്ചു എന്നുമൊക്കെ ചില കിതാബുകളിൽ കാണുന്നുണ്ട്. മഹാന്മാർ, ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനിച്ച നായകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാ നായകളെയും വെറുതെ കാണുമ്പോഴേക്ക് കല്ലെടുത്തെറിയേണ്ട ഒരു കാര്യം നമുക്കില്ല എന്ന് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ നാട്ടിലെ ഒരു നായക്ക് രോഗം ബാധിച്ചപ്പോ ആളുകളൊക്കെ വെറുത്ത് എറിഞ്ഞാട്ടി. മൂപ്പരറിഞ്ഞു. അപ്പൊ ആ നായ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയി. പാവം മഹാനവറുകൾ 40 ദിവസം ആ നായയെ ശുശ്രൂഷിച്ചു. എല്ലാ ദിവസവും നേരം വെളുത്താൽ ആദ്യം ആ നായയുടെ അടുത്തേക്ക് പോകും.
നായയുടെ ശരീരത്തില് മുറിവ് പറ്റിയ ഭാഗത്തൊക്കെ മരുന്ന് വെച്ചു കൊടുക്കും, നായക്ക് ഭക്ഷണം കൊടുക്കും. 40 ദിവസം ആ നായയെ, ഒരു നായ ഇനിയിപ്പോ അതിൽ മസാല ചോദിക്കേണ്ടപ്പോ നായനെ മഹാനുള്ള തൊട്ടോ അതൊന്നിപ്പോ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ. അത് മഹാനവറുകൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മളിപ്പോ ഞാൻ ബേജാറായി ഇപ്പൊ ഒരു തൊട്ടെന്നിട്ട് ഇപ്പൊ ഒരു ദിവസം 40 ദിവസം 7 വട്ടം കഴുകിയോ 7 വട്ടം കുളിച്ചോ അതൊന്നും ഇപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മഹാനായ ശൈഖ് റിഫായി തങ്ങളല്ലേ അത് ദീനിന്റെ ആ ശറ അനുസരിച്ച് ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടാവും. മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു 40 ദിവസം ആ നായയെ ശുശ്രൂഷിച്ചു, ഭക്ഷണം കൊടുത്തു, മരുന്ന് കൊടുത്തു, ചികിത്സിച്ചു, മാറി, മുറിയൊക്കെ മാറി, പറ്റ മാറി ആ നായയെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീന്റെ മഹാനവരുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യത്തിലാണ് ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത്. മഹാനവറുകൾ നിസ്കരിക്കാൻ വേണ്ടി പോകാൻ, ജമാഅത്തിന് പോകാൻ ഒരുങ്ങിയ സമയത്ത് കുപ്പായം മാറ്റാനും, അപ്പൊ കുപ്പായം കഴുകി നമ്മൾ മുമ്പ് പറഞ്ഞ ചരിത്രമാണ്. പക്ഷേ ഈ വിഷയത്തോട് ചേർത്ത് ഒന്നുകൂടെ ഓർമ്മപ്പെടുന്നു. കുപ്പായം നിലത്ത് വീണ് കിടക്കുന്നു. അപ്പൊ അതിന്റെ കുപ്പായ കൈ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു പൂച്ചക്കുട്ടി വന്നിട്ട് അവിടെ അതിന്റെ മുകളിൽ ഇങ്ങനെ കയറി സുഖമായിട്ട് ഉറങ്ങി. മഹാനവർ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഈ പൂച്ചക്കുട്ടി കുപ്പായ കയ്യിൽ ഇതേ ഒരു അനുഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോ പൂച്ചക്കുട്ടി കിടക്കണതാ കണ്ടത്. എന്നാ പിന്നെ കുപ്പായം വെച്ച് പോടാ അവിടുന്ന് ഒരു കല്ലെടുത്തിട്ട് ഞാൻ നിസ്കരിക്കാറുണ്ട് നിസ്കാര കുപ്പായത്തിൽ നിസ്കരിക്കാൻ പോണ കുപ്പായത്തിലെ വെച്ച് കയറി നജസാക്കി അല്ലെ കയറി കിടക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെ എറിഞ്ഞാട്ടില്ല. അല്ലാ പൂച്ചക്കുട്ടി ഉറങ്ങിപ്പോയി പാവം. മെല്ലെ വന്ന് ആ കുപ്പായത്തിന്റെ കൈ അങ്ങനെ മെല്ലെ മുറിച്ചു, അനങ്ങാതെ അത് കട്ട് ചെയ്തു. എന്നിട്ട് കുപ്പായം മെല്ലെ എടുത്തു, കുപ്പായത്തിന്റെ ഒരു കൈ ഫുള്ളാണ്, ഒരു കൈ പൗതിയേ ഉള്ളൂ. മഹാനവറുകൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു. അതൊന്നും കുഴപ്പമില്ല, അതിൽ വസലത്തരൊന്നുമില്ല. ഇപ്പൊ അതാരെ കണ്ട ആൾക്കാർ ചോദിക്കും ആകെ വേദാറൊന്നും. നിസ്കാരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ പൂച്ചക്കുട്ടി നീച്ചു പോയിട്ടുണ്ട്. ഉറക്കൊക്കെ കഴിഞ്ഞ് റാഹത്തായി നീച്ചു പോയിട്ടുണ്ട്. ആ കുപ്പായ കൈ എടുത്തിട്ട് കുപ്പായത്തിൽ മുറിച്ചത് കൂട്ടി തിന്നും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഓരോ വഴിക്ക് പോകുമ്പോ നാൽക്കാലികളൊക്കെ കണ്ടാ സലാം പറയുമായിരുന്നു. വെറുതെ കളിയാക്കല്ലത്. ആടുകളെയും പിന്നെ പൈക്കളൊക്കെ കാണുമ്പോ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. ഇത് അന്തല്ലാതെ മാനസിക രോഗം ബാധിച്ചതല്ല. അതൊക്കെ അല്ലാഹുവിന്റെ മഖ്ലൂഖുകളാണ്. മഹാനവറുകൾ ചിന്തിച്ചത് വമാ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ പാപം ചെയ്ത ആൾക്കാരാണ്. ഇവറ്റങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത സദാസമയം തസ്ബീഹ് ചൊല്ലുന്നവർ. അവരോട് സലാം പറഞ്ഞാൽ അവർക്കൊക്കെ അവര് സലാം അടക്കും ചെയ്യും. ഇങ്ങനല്ലേ മുത്തുനബിക്ക് സലാം പറഞ്ഞിട്ടില്ലേ? വൽ വഹ്ശു വൽ അശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻസിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. സലാം പറയാറുണ്ട്, മുത്തനബിക്ക് സലാം പറയാറുണ്ട്. അതേപോലെ ഔലിയാക്കൾക്കും പറയാലോ. മഹാനവറുകൾ നാൽക്കാലികളൊക്കെ കാണുമ്പോ ശൈഖ് റിഫായി തങ്ങൾ സലാം പറയുമായിരുന്നു. മഹാനവറുകളുടെ ജീവിതത്തിലെ നല്ലൊരു ശതമാനം സമയം പാവങ്ങളെ സംരക്ഷിക്കാനാണ് നീക്കിവച്ചിരുന്നത്. എവിടെ ഒരു പാവം, ഒരു കഷ്ടപ്പെടുന്നവർ, ഒരു രോഗി ഉണ്ട് എന്നറിഞ്ഞാൽ, വിധവകളുണ്ട് എന്നറിഞ്ഞാൽ, യതീമുകളുണ്ട് എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക, അവർക്ക് വേണ്ടി എന്ത് പ്രയാസം സഹിച്ചാലും അവരെ സഹായിക്കാൻ, അവരെ കണ്ണീരൊപ്പാൻ, അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. അല്ലേ? അതില് ഒരു കുറവൊന്നുമില്ല. വിറക് വെട്ടി ഇങ്ങനെ ഏറ്റി വരുമ്പോൾ ശൈഖ് റിഫായി അല്ലേ മല കയറി വിറക് വെട്ടിക്കൊണ്ടിരുന്ന് അതിൽ കുറച്ചിലൊന്നുമില്ല. അത് താഴ്മ കാണിച്ച് ഖിദ്മത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട മഹാന്മാരുടെ രീതി അങ്ങനെയായിരുന്നു. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഖാദി വന്നിട്ട് ചോദിച്ചു, മഹാനവറുകളെ, നഹ്നു നഅരിഫു മാ തഅരിഫു, നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഞങ്ങൾക്കും അറിയാം, പക്ഷേ വലാകിൻ ലാ നജിദ് തഅസീറ, ഞങ്ങൾ പറയുന്നതിനൊന്നും ഒരു ഫലം കാണുന്നില്ല. ഇങ്ങനെ ഈ കാലം ഇങ്ങനെ ചിന്തിച്ചു. അല്ല, ഈ അബൂ യസീദുൽ ബിസ്താമിക്ക് പത്രം എന്താണുള്ളത്?
മൂപ്പര് ഏതൊക്കെ കിതാബ് ഓതിക്കണത് ഞങ്ങളും ആ കിതാബൊക്കെ എന്തായിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. ശ്രദ്ധിക്ക്. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ മഹാനാണ്. അപ്പൊ മഹാൻ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ആലിമാണ്, വിവരമുള്ള ആളാ. വിവരമുണ്ടെന്ന് മാത്രമല്ല, ഒരു സ്ഥലത്തെ ഒരു നാട്ടിലെ ഖാദിയാണ്. നാട്ടുകാരൊക്കെ കൂടെ അയാളെ ഖാദിയാക്കി ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാളും വയലൊക്കെ പറയലുണ്ട്. അബൂ യസീദുൽ ബിസ്താമി തങ്ങളും വയല് പറയലുണ്ട്. അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ വയല് പറയുമ്പോ ആളുകൾ കണ്ടമാനം ഉണ്ടാവും. കണ്ടമാനം വയല് കേൾക്കാൻ ഉണ്ടാവുന്ന മാത്രമല്ല, ആളുകൾ അതുകൊണ്ട് നന്നാവണുണ്ട്. മൂപ്പര് വയലിന് വലിയ ഫലാണ്, ഗുണാണ്. അത് ആളുകളുടെ കൽബിലേക്ക് കയറുന്നുണ്ട്. ഇയാളും അതേപോലെ വയലൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ഒരു തഅ്സീറില്ല. അപ്പൊ വന്നിട്ട് ചോദിച്ചു, എന്റെ വല്ല പുതിയ വല്ല ടെക്നിക്കും ഉണ്ടോ, നമുക്കും അത് പ്രയോഗിക്കാനാ? എന്തെങ്കിലും നിങ്ങൾ വല്ല ചെപ്പടി വിദ്യ ഉണ്ടോ? എന്താണ് ഇപ്പൊ നിങ്ങളുടെ വയലിനത്തിന് ആള് കൂടുന്നത്? നിങ്ങൾ വയല് പറഞ്ഞിട്ട് ആൾക്കാർ നന്നാവണത്? നിങ്ങൾ പഠിച്ചതൊക്കെ ഞങ്ങളും പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓതിയ കിതാബൊക്കെ ഞങ്ങൾ ഓതിയിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള വഴി എന്ന് ചോദിച്ചു ഒരു ഖാദി വന്നുകൊണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, അല്ല ഖാദിയരെ, നിങ്ങൾ ഒരു പാത്രം വാങ്ങുക, എന്നിട്ട് അതിനൊരു കയറ് കെട്ടിയിട്ട് ആ പാത്രം കയറുമ്പോ കെട്ടിയിട്ട് കൗത്തിലിടുക. എന്നിട്ട് ആ പാത്രത്തില് പിന്നെ അന്ന് നമ്മള് കടലാന്ന് പറയാം, നമുക്ക് മനസ്സിലാക്കാൻ, അന്ന് ആ നാട്ടിൽ കുറിക്കണ ഒരു സാധനം അല്ലെ, ഓരോ നാട്ടിൽ കുറിക്കണം. ചിലയിടത്ത് കടല കുറിക്കും, ചിലയിടത്ത് അണ്ടിപ്പരിപ്പ് കുറിക്കും, ചിലയിടത്ത് പിന്നെ ഗൾഫിലൊക്കെ മറ്റേ പിസ്ത കുറിക്കും അല്ലെ. അവിടെ നമ്മളെ നാട്ടിലൊക്കെ കടല കച്ചവടം നടത്തും. പഴയ കാലത്തൊക്കെ വയലൊക്കെ ഉണ്ടാകുമ്പോൾ കാടലേ കാടലേ എന്നുണ്ട്. ഇപ്പൊ പിന്നെ അതൊന്നുമില്ല അല്ലെ. ഇപ്പൊ പിന്നെ വലിയ സൗകര്യങ്ങളായി, ഇപ്പൊ വണ്ടിയും ഒക്കെ ആയി, അങ്ങനെയായി. അപ്പൊ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞു ഖാദിയരോട്, ഖാദിയരെ, നിങ്ങളുടെ വയലിന് പിന്നെ തഅ്സീർ ഉണ്ടാവണമെങ്കിലുള്ള പണി എന്താണെന്നറിയോ? ഒരു പാത്രം എടുത്തിട്ട് അതിന് കയറിട്ടിട്ട് കൗത്തിലിടുക, എന്നിട്ട് അതിൽ കടല ഇട്ടിട്ട്, എന്നിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ കടല കൊടുക്കുക. നിങ്ങളുടെ വയലിന് തഅ്സീർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാദി ഫഇദാ ഫഅൽത, നിങ്ങൾ അങ്ങനെ ചെയ്താൽ തജിദു തഅ്സീർ, നിങ്ങളുടെ വാക്കിനൊക്കെ തഅ്സീർ ഉണ്ടാവും. ഫസ്തഗ്ഫിറിൽ ഖാദി, നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കലിനെ തേടിക്കോളിൻ ഖാദിയരെ എന്ന് പറഞ്ഞു. അപ്പൊ സംഭവം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഖാദിയര് വലിയ തെറ്റ് ചെയ്തിട്ടൊന്നല്ല. ഖാദിയരുടെ വിഷയം, ഖാദിയർക്ക് ഈ താഴ്മ എന്ന് പറഞ്ഞത് തീരല്ല, അഹങ്കാരത്തിന്റെ പിന്നെ വലിയ മൂർത്തിയാണ്, അങ്ങനെ പറയാൻ. സംഗതി ഇൽമൊക്കെ ഉണ്ട്, വിവരമൊക്കെ ഉണ്ട്, ഖാദിയരൊക്കെയാണ്. പക്ഷെ കിബറിന്റെ, അഹങ്കാരത്തിന്റെ അങ്ങേയറ്റത്തെ മേലാണെന്ന. തവാദു എന്നത് തീരെ ഒരല്പം പോലും ഇല്ല. ഇൽമിന്റെ കുറവല്ല, പക്ഷേ ഇൽമുണ്ട്, പറയാനും കഴിയും. പക്ഷെ കിബർന, വലിയ കിബർന. അപ്പൊ ആ കിബർ പോകാൻ വേണ്ടി, തവാദു ഉണ്ടാവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അവർക്ക് മനസ്സിലായി, ഇതാണ് എന്നോട് പറയുന്നത്. അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം എന്ന് പറഞ്ഞാൽ ഈ കിബർ മാറ്റണം, താഴ്മ ഉണ്ടാവണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, കിബർ പോകാൻ എന്താ പണി എന്ന്. അപ്പൊ മഹാൻ അവറുകൾ പറഞ്ഞത്, വിറക് ഏറ്റിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ നടക്കാം, എന്നാ എന്റെ കിബർ പോകുന്നു. ഞാൻ ഇപ്പൊ എങ്ങനെ വിറക് ഏറ്റി പോവാന്നല്ലേ, അതന്നെ ഏറ്റിപ്പോയാൽ അപ്പൊ കിബർ പോകുന്നു പറഞ്ഞു. കിബർ പോണം. എന്താണ് കിബർ? കിബർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? കിബർ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുള്ള സ്വഭാവമാണ്. ചില ആളുകളെ കാണുമ്പോൾ നമുക്കൊന്നും ഓൻ വലിയ കിബറിനാണ്, അങ്ങനെ നമുക്ക് തോന്നാനും പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില ആളുകളെ മുഖം അങ്ങനെ കാണുമ്പോ ഓങ്ങൻ ചിരിക്കൊന്നുമില്ല, ഓങ്ങനെ എപ്പോഴും ഗൗരവക്കാരനാണ്, അതിന്റെ പേരിൽ ഓൻ കിബറിനാവൂല. കിബർ എന്ന് പറഞ്ഞാൽ ചിരിക്കാത്തവരൊക്കെ കിബറന്മാരാണ് എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലേ. അങ്ങനെയല്ല. കിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കിബർ എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നല്ല ഡ്രസ്സ് ഒരാൾ ധരിച്ചു, നല്ല ചെരുപ്പിട്ടു, നല്ല വണ്ടിയിലൊക്കെ പോയി, അത് കിബറാണ്. ഓനൊരു കിബർ കണ്ടോ, ഓനൊരു കുപ്പായ, ഓനൊരു ചെരുപ്പും, ഓന്റെ വണ്ടിയും, ഓന്റെ കിബറും, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹു കാത്ത്. ചിലപ്പോ നല്ല മുഅ്മിനീങ്ങളാവും, ഒരു തരിമ്പ് കിബർ ഉണ്ടാവൂല. നല്ല വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് കിബറാവൂല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നല്ല ചെരുപ്പിട്ടാൽ കിബറാവൂല. പിന്നെയോ വലാകിൻ ബത്റുൽ ഹഖി വഗംതുൻ നാസ്, അതാണ് കിബർ. ജനങ്ങളോടൊക്കെ ഒരു നിസ്സാരം, മറ്റുള്ളവരൊക്കെ അവരെ ഓനാര ജനങ്ങളൊക്കെ നിസ്സാരപ്പെടുത്തുക, അവനെ നിന്ദിക്കുക, ഇതാണ് കിബർ അല്ലേ.
അവരൊന്നും ശരിയല്ല, അവരൊന്നും ശരിയല്ല, ഓന്റെ നടപ്പ്, ഓന്റെ ഇരിപ്പ്, ഓന്റെ വർത്താനം, ഓനാരാ. ഇങ്ങനെ മറ്റുള്ളവരുള്ളൊരു നിന്ദ്യത മനസ്സിലിങ്ങനെ തോന്നുക, അവരെ നിന്ദിക്കുക, ഹക്കിനെ പൊളിക്കുക, ഹക്കിനെ നിഷേധിക്കുക. ഒരു കാര്യം ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ടാലും അതിന് പുറംതിരിയ, ഇതൊക്കെ കിബറിന്റെ അടയാളങ്ങളാണ്. അങ്ങനെ കിബറിനെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കിബർ പോണ മനസ്സിൽ നിന്ന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ മഹാന്മാരായ അബ്ദാലുകൾ, മഹാന്മാരായ ഔലിയാക്കൾ, അവര് ഈ ഉന്നതമായ കാര്യങ്ങളൊക്കെ ചെയ്തതും അതിനാണ്. അവര് പാവപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് കഷ്ടപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പൊ ചിലപ്പോ ചില രോഗികൾ, കുഷ്ഠരോഗികൾ, അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോ തന്നെ ഇങ്ങോട്ട് ആകെ നമുക്ക് ഇടങ്ങറാവുക, നമ്മൾ അടുക്കൂല, നമ്മളിങ്ങോട്ട് മാറും കാണുമ്പോ തന്നെ, അല്ലേ? ചില രോഗികള് ഓൻ രോഗിയാണെന്ന് പറഞ്ഞാൽ ഓന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കൂല, അല്ലെ? ഇങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ട്. അങ്ങനെ സ്വഭാവം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഓന്റെ മുഖത്ത് നോക്കിട്ട് തന്നെ അല്ലെ ഓ അടുത്ത് വന്നിരുന്നാ നമ്മളവിടെ നീച്ചു പോവുക. കാരണം അവന് ഒരു പക്ഷേ അവന്റെ രോഗത്തിന്റെ വാസനയുണ്ട്, അല്ലെങ്കിൽ അവന്റെ ആ രോഗത്തെ നമ്മൾ വെറുക്കുന്നു, പേടിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പൊ ആ സമയത്ത് നീ ചൊല്ല ബിസ്മില്ലാഹി സിഖതം ബില്ലാഹി വതവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലിയാൽ മതി. അണക്കോന്റെ രോഗം അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏത് പകർച്ച രോഗമാണെങ്കിലും ശരി, അല്ലേ? നമ്മളവിടുന്ന് ഓടണ്ട, അവനെ വെറുപ്പിക്കണ്ട, അല്ലാഹു കാക്കട്ടെ. നിനക്ക് അങ്ങനെ രോഗം വന്നാൽ, നിന്നിൽ നിന്നും ആളുകൾ അങ്ങനെ അകന്നു പോയാൽ, നിന്നെ ആളുകൾ അങ്ങനെ വെറുത്താൽ, അത് ആലോചിക്കണം, അല്ലേ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രോഗങ്ങൾ, മറ്റുള്ളവരകന്നു പോകുന്ന പകർച്ച രോഗങ്ങൾ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ ചെന്നുപെട്ടാൽ, ചിലപ്പോ കല്യാണക്കുടിയില് നമ്മൾ ചെന്നിരുന്നു, ചോറേക്കാൻ വേണ്ടിയിരുന്നു, അപ്പോഴാ ഓം വന്നിട്ട് നമ്മൾ ഇരുത്തേണ്ടിരുന്നു. ആ സാധു പാവം പൊലിവില് വന്നിട്ട് കസര ഒഴിഞ്ഞു കണ്ടപ്പോ വന്നിരുന്നതാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് ചോദിച്ചു, ഓന്റെ അടുത്ത് ഞാൻ ഇരിക്കൂല. അങ്ങനെ ചെയ്യരുത് എന്ന് ശഫീഉനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പേടി തോന്നുകയാണെങ്കിൽ, അങ്ങനെ ഓന്റെ രോഗം പകരുമെന്നോ ഓന്റെ ആ രോഗം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നോ പേടി തോന്നിയാൽ എന്ത് ചൊല്ല? ബിസ്മില്ലാഹി സിഖതം ബില്ലാഹി വതവക്കൽതു അലല്ലാഹ്. ഇങ്ങനെ ചൊല്ല, ബിസ്മില്ലാഹി സിഖതം ബില്ലാഹി വതവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ല. എന്നാൽ അവന്റെ രോഗം കൊണ്ട് ഒരു ശർറും ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാര് കുഷ്ഠരോഗികളെ സഹായിച്ചിരുന്നു, അവർക്ക് മരുന്ന് കൊടുത്തിരുന്നു, അവരെ കുളിപ്പിച്ചു കൊടുത്തിരുന്നു. രോഗികളായ ആളുകൾ, ആരാരുമില്ലാത്ത രോഗികളായ ആളുകളെ അവരെ പോയി ശുശ്രൂഷിച്ചിരുന്നു. അവരുടെ മലമൂത്രം പോലും വെടിപ്പാക്കി വൃത്തിയാക്കി കൊടുത്തിരുന്നു. നമുക്ക് മറ്റുള്ളവരേതല്ല, നമ്മളെ സ്വന്തം ആളുകളെ ശുശ്രൂഷിക്കാൻ നമുക്ക് വയ്യ. അങ്ങനല്ലേ നമ്മളുടെ രീതി? നമ്മളെ അമ്മാനും വാപ്പാനും അവർക്ക് രോഗം വന്നാൽ പോലും നമുക്ക് അടുക്കാൻ വയ്യ, ശുശ്രൂഷിക്കാൻ വയ്യ. നമ്മളതിന് പൈസ ചെലവാക്കാൻ പാടില്ല. വല്ല ഹോം നേഴ്സിനൊക്കെ ഏർപ്പാടാക്കി നമ്മളെ പണി നോക്കുന്നത്, നമ്മളങ്ങനെ അടുക്കൂല. മഹാന്മാരുടെ രീതി സ്വന്തം ഉമ്മയും ഉപ്പയും കുടുംബക്കാരുമല്ല, മറ്റുള്ള അന്യരായ രോഗികൾക്ക് പോലും വലിയ ഖിദ്മത്ത് ചെയ്തു കൊടുത്തിരുന്നു. മഹാന്മാരായ അബ്ദാലുകളുടെ സ്വഭാവമായിരുന്നു മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു മാനവറുകളുടെ വീട്ടില് ബൈത്തുത്തിബാ എന്ന പേരുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. വലിയൊരു കെട്ടിടമൊന്നുമല്ല, മൂപ്പരെ വീടിന്റെ ചെറിയ വീടാണ്. നാൽക്കാലികൾക്ക് തൊഴുത്തുണ്ട്. സ്വന്തം നാൽക്കാലികൾക്കുള്ള തൊഴുത്തിന് പുറമെ വേറെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം എന്തിനാണെന്നറിയോ? ഏത് ആടിനും ഏത് പശുവിനും ഏത് മൃഗങ്ങൾക്കും അവിടെ വരാം, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇത് മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ആർക്കും അറിയും ചെയ്യാം. ആ നാട്ടിലെ ആടുകൾക്കും പൈക്കൾക്കും ഒക്കെ അറിയും ചെയ്യാം. അവര് വരും, ഭക്ഷണം കഴിക്കും, പള്ള നടക്കും, പോകും. ബഹുമാനപ്പെട്ടവർക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ആരുടെ ആണെങ്കിലും ശരി, അതിനു വേണ്ടി ഏത് നാൽക്കാലികളായാലും അവർക്ക് വരാം. നമ്മളാണെങ്കിലോ നമ്മളെ ഒരു പജ്ജിയെ കൊണ്ട് വേലിയാടി ഗേറ്റ് കടന്ന് വന്നാൽ നമ്മളപ്പുറത്തിന് കല്ലെടുത്ത് വണ്ടെടുത്ത് അടിയെടുത്ത് അടിച്ച് മുറിയാക്കിയിട്ട് ഈ മുറി കണ്ടിട്ടോ എന്റെ മുതലാളി മനസ്സിലാക്കട്ടെ, അല്ലേ? ഉപദ്രവിക്കരുത്.
നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ആയിക്കോട്ടെ, ഓന്റെ പശു നമ്മളെ ഇടങ്ങറായി നമ്മൾ ഉണ്ടാക്കിയ പിന്നെ നമ്മൾ 60 റുപ്യൊക്കെ കൊടുന്ന് വെച്ചൊരു തയ്യാണ്, അതെന്തായി അതിന്റെ തല കടിച്ചു മുറിച്ച് നമുക്ക് ആകെ പിപ്പിരിയായി പിരാന്ത് വന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും ചിന്തിക്കണം, അള്ളാടൊക്കെ ഒന്ന് കൂലി കിട്ടും. അതല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി മരം ഉണ്ടായില്ല, ഒരു പ്ലാത്തയ്യ കൊണ്ടുപോയി കുഴിച്ചിട്ട് അത് ആ അയലോകത്ത് ആട്ടുംകുട്ടി വന്നിട്ട് കടിച്ചു മുറിച്ച് കൊണ്ടുപോയി, നമുക്ക് സങ്കടമായി. സങ്കടപ്പെടണ്ട, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ കൂലി തരും. അല്ലേ? ഉപദ്രവിക്കരുത്. നമ്മൾ കൊടുക്കണില്ലെങ്കിൽ വേണ്ട, ഉപദ്രവിക്കരുത്. ബഹുമാനപ്പെട്ടവരുടെ രീതി അങ്ങനെയായിരുന്നു. അതൊക്കെ വലിയ സ്വതക്കയുടെ കൂലിയായി മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട മഹാനായ അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞു, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഞാൻ പഠിച്ചു. കതബതു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 500,000 ഹദീസ്, 5 ലക്ഷം ഹദീസുകൾ ഞാൻ ക്രോഡീകരിച്ചു. 5 ലക്ഷം ഹദീസുകൾ ഞാൻ ക്രോഡീകരിച്ചു. ആര് പറയാണ്? അല്ലേ? മുഹദ്ദിസീങ്ങളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. ഇമാം ബുഖാരി തങ്ങളെപ്പോലെ, ഇമാം മുസ്ലിം തങ്ങളെപ്പോലെ സിഹാഹു സിത്തയിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. മഹാനവറുകൾ പറഞ്ഞു, ഞാന് 5 ലക്ഷം ഹദീസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മഹാന്മാരിൽ നിന്ന് ശേഖരിച്ച് എനിക്ക് കിട്ടിയ എത്ര ലക്ഷം ഹദീസ്? 5 ലക്ഷം ഹദീസ്. ആ 5 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഇന്ദഖബതു മിൻ, അതിൽ നിന്ന് ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തു 4800 ഹദീസുകൾ. അതൊന്ന് ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്തു. അല്ലേ? എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ഹദീസുകളില് സുഹത്തുള്ളതും ദോഫുള്ളതും ഒക്കെ ഉണ്ടാവും, സ്വഹീഹായതും ദഈഫായതും ഒക്കെ പല ഹദീസുകളും ഉണ്ടാവും. അതിൽ നിന്ന് വളരെ കടഞ്ഞെടുത്ത് വളരെ പരിശോധിച്ച് 5 ലക്ഷം ഹദീസുകൾ ഞാൻ പഠിച്ചു. നോക്കണം, ശ്രദ്ധിക്കണേ. 5 ലക്ഷം ഹദീസുകൾ ഞാൻ പഠിച്ചു. 5 ലക്ഷം ഹദീസുകൾ ഞാൻ കുറിച്ചു വെച്ചു, എഴുതി വെച്ചു. അതിൽ നിന്ന് 4800 ഹദീസുകൾ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തു. എന്നിട്ട് മഹാനവർ പറയാ, യക്ഫിൽ ഇൻസാൻ ലിദീനിഹി, മനുഷ്യന്മാർക്ക് ദീന് സംരക്ഷിക്കാൻ, ഒരു മനുഷ്യന് ദീനിയായി ജീവിക്കാൻ ആ ഹദീസിൽ നിന്ന് മിൻ ദാലിക 4 അഹാദീസ്, 4 ഹദീസ് മതി. ശ്രദ്ധിക്കണം, ഉറക്കം വരുന്നുണ്ടോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. ഒരാൾക്ക്, ഒരു മനുഷ്യനെ ദീനിയായി ജീവിക്കണോ, അവന്റെ ദീൻ സംരക്ഷിക്കാൻ അതിൽ നിന്ന് 4 ഹദീസ് മാത്രം അവൻ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തിയാൽ മതി. ആര് പറയാ? അല്ലേ? നമ്മളൊന്നും സങ്കടപ്പെടണ്ട. കാരണം പഠിച്ചവനെ നമ്മളൊന്നും ഇപ്പോ കാര്യമായിട്ട് പഠിച്ചിട്ടില്ലല്ലോ. വലിയ മഹാന്മാരൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ചവർ, വലിയ ഇൽമു പഠിച്ചവർ. ഇനിയിപ്പോ ഇന്ന് നമുക്ക് പഠിക്കാൻ തീരുമാനിച്ചാലും അതൊന്നും ഇപ്പൊ കിട്ടാനുമില്ല. കാരണം അന്ന് രേഖപ്പെടുത്തിയതൊക്കെ പിന്നീട് നഷ്ടപ്പെട്ടു. അതൊന്നും പിന്നെ അടുത്ത തലമുറകൾക്ക് കിട്ടിയില്ല പലതും. സുബ്ഹാനല്ലാഹ്, ചിലത് അവര് തന്നെ ക്രോഡീകരിച്ചത് അവര് തന്നെ പിന്നീട് പുറത്തിറക്കിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായി. ഏതായാലും മഹാനവറുകൾ പറയുകയാണ്, 5 ലക്ഷം ഹദീസുകൾ, അതിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്തു 4800 ഹദീസുകൾ. ആ 4800 ഹദീസുകളിൽ നിന്ന് 4 ഹദീസ് അത് ഒരു മുഅ്മിനായ മനുഷ്യൻ പഠിച്ച് ജീവിതത്തിയാൽ അവന്റെ ദീൻ സംരക്ഷിക്കാൻ, അവന് മുഅ്മിനായി ജീവിക്കാൻ അത് മതി എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അവ്വലുഹാ, ഒന്നാമത്തത് മഹാനവറുകൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഒരു ഹദീസ് ഏത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് അനുസരിച്ചാണ്.
അത് പഠിച്ച് അതങ്ങട്ട് മണ്ടേ കയറിയാൽ അതനുസരിച്ച് ജീവിച്ചാൽ അത് മതി. ഏത് അമലും നമ്മുടെ മനസ്സിലെ നിയത്തനുസരിച്ചാണ്. നിയത്തുണ്ടായാൽ ഏത് അമലിനും വണ്ണമായ കൂലി അള്ളാഹു തരും. അങ്ങനല്ലേ? ഏത് അമലും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞ ഒരു ഉദാഹരണം, കിതാബിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കിതാബ് നോക്കാണല്ലോ, മുസാഫ് നോക്കാണല്ലോ നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഓന്റെ മനസ്സിൽ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കണതാണോ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ആ പണി നമ്മളെ കാഴ്ചപ്പാടിന് ശരിയാണെങ്കിലും ആ പണി എന്താണ്? തെറ്റാണ്. ഒരാളിങ്ങനെ ഒരു ഓട്ടുമ്പോ ബസ് കാത്തുക്കുന്നുണ്ട്, ഒരു മൊയിലേരെയോ എന്താ മൂപ്പര താടി കുപ്പായം എന്താ അതിന്റെ ഒക്കെ വലുപ്പം. പക്ഷെ ആള് നോക്കണത് മറ്റുള്ള മുഖത്തേക്കാട്ടോ. നമ്മള് പറഞ്ഞു മൂപ്പര നോട്ടം കണ്ടോ? ഇങ്ങനെ ബസ് കാത്തിട്ടേ മൂപ്പര നോക്കണുണ്ടോ? സത്യത്തിൽ ഈ സാധു ആ പെണ്ണ് നോക്കുന്ന ആവൂല, നമുക്കങ്ങനെ തോന്നി അത് അയാളെ നോക്കണം. ഈ സാധു അല്ല നമ്മളെ എല്ലാവരും നല്ലവരാന്ന് പറയല്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കണോരുണ്ടാവും, തെറ്റുകാരൊക്കെ ഉണ്ടാവും, അത് താടിക്കാരിലും ഉണ്ടാവും, തലക്കെട്ടിലും ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. അയാളിപ്പോ അയാൾ ചിലപ്പോ നോക്കണോ, അല്ലെങ്കിൽ അയാൾ വേറെ വല്ല ഫിക്കറിലും വല്ല അയാൾ ഒരു മൊയിലരെ കുറിച്ചല്ല, നാടനായിക്കോട്ടെ, മൊയിലരെ വിടുക. ഒരു നാടൻ ഒരാള് അയാള് നമുക്ക് തോന്നി അയാളൊരു പെണ്ണിനെ നോക്കാണ്, അല്ല അയാളെ സിനിമാ പോസ്റ്റർ നോക്കിയിട്ട് അവിടെ അങ്ങനെ നിൽക്കണേന്ന് അയാള് നമുക്ക് നോക്കാണെന്ന് തോന്നില്ല. അയാളെ ബോധത്തിൽ അതൊന്നും ഉണ്ടാവില്ല. അയാള് വേറെ എന്തോ ടെൻഷൻ അടിച്ചിട്ട് അയാള് ബസ് കാത്തക്കണ ചിലപ്പോ ആശുപത്രി കിടക്കാം, അത് ബേജാറായി ടെൻഷൻ അടിച്ചിട്ട് അതിനാള് ആശുപത്രിക്ക് പോകാൻ ബസ്സിന് പോവുകയാണ്. അപ്പൊ അയാൾ നമ്മുടെ കാര്യം ആലോചിച്ചിട്ട് ബേജാറായിട്ട് അയാൾ ഇങ്ങനെ കണ്ണും തുറച്ച് അന്തം വിട്ട് നോക്കി നിൽക്കുക. അയാളുടെ മനസ്സിൽ സിനിമ പോസ്റ്റും ഇല്ല, പെണ്ണുമില്ല, അയാളുടെ മനസ്സിൽ ഉമ്മാന്റെ അസുഖമാണ്. നമ്മളപ്പോ തെറ്റിദ്ധരിച്ചു ഇയാൾ ആരാണ്, സിനിമാ പോസ്റ്ററൊക്കെ നോക്കുകയാണ്. ഇനി ഒരാൾ നോക്കുകയാണെങ്കിൽ തന്നെ അയാൾ മനസ്സിലായില്ല ഓങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ ഓന്റെ നോട്ടത്തിൽ അതല്ല, ഓന്റെ നോട്ടത്തിൽ വേറെ ചിന്തയാണ്. തെറ്റുകാരനല്ല. മനസ്സിൽ എന്താണ്, നീയത്ത് എന്താണോ അതിനനുസരിച്ചാണ് കൂലിയും ശിക്ഷയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതൊരു അമലും എന്ത് ചെയ്യുകയാണെങ്കിലും, ഉറങ്ങുകയാണെങ്കിലും, കുളിക്കുകയാണെങ്കിലും, കഴുകുകയാണെങ്കിലും, നടക്കുകയാണെങ്കിലും, യാത്ര ചെയ്യുകയാണെങ്കിലും, ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, ഭാര്യയോട് ബന്ധപ്പെടുകയാണെങ്കിലും, അല്ലെ മുത്തുനബി അങ്ങനെയല്ല പഠിപ്പിച്ചത്. നമ്മുടെ നിയത്ത് നന്നായാൽ അതൊക്കെ കൂലുള്ള കാര്യമാണ്. അപ്പൊ വലിയ ഒരടിത്തറ ഈ ഒരു ഹദീസ് പഠിച്ചാൽ, ഒന്ന് എല്ലാ അമലും നമ്മുടെ നിയത്തനുസരിച്ചാണ്. നിയ്യത്ത് കൊണ്ടാണ് കബൂലാവുക, സ്വീകരിക്കപ്പെടുക. രണ്ടാമത്തെ ഹദീസ് മഹാനവറുകൾ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യാനി. ഒരു മനുഷ്യന്റെ ഇസ്ലാം, നല്ല പരിപൂർണതയുള്ള നല്ല ഇസ്ലാം, നല്ല ഒരു ഇസ്ലാമിയത്ത് എന്ന് പറഞ്ഞാൽ തർക്കുഹു മാ ലാ യാനി, ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കലാണ്. അത് വാക്കാണെങ്കിലും പ്രവർത്തനാണെങ്കിലും ഇടപെടലാണെങ്കിലും എന്താണെങ്കിലും ആവശ്യമില്ലാത്തത് പറയാതിരിക്കുക, ആവശ്യമില്ലാത്തത് ചെയ്യാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക. ആവശ്യമില്ല എന്ന് തോന്നിയാൽ എന്തിനാണ് വെറുതെ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ എന്തിന് വെറുതെ പറയണം, സംസാരിക്കണം, ചെല്ലണം, ഇടപെടണം? അനാവശ്യമായ നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത്തെ ഹദീസ്. മൂന്നാമത്തെ ഹദീസ് വസാലിസു ലാ യകൂനുൽ മുഅ്മിനു മുഅ്മിനൻ, ഒരു മുഅ്മിൻ മുഅ്മിനാകൂല ഹത്താ യർദാലി അഖീമാ യർദാഉ ലിനഫ്സി, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റോനും ഇഷ്ടപ്പെടുന്നത് വരെ. മുത്തുനബിയുടെ മറ്റൊരു ഹദീസ്, മൂന്നാമത്തെ ഹദീസ്, നമുക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. നമുക്ക് ഭക്ഷണം വേണമെന്ന് നമുക്ക് ആഗ്രഹമല്ലേ? മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഭക്ഷണം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവണം. നമുക്ക് വസ്ത്രം വേണമെന്ന് ആഗ്രഹമില്ലേ? മറ്റുള്ളവർക്ക് വസ്ത്രം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവണം. നമുക്ക് വീടുണ്ടാവണമെന്ന് ആഗ്രഹമല്ലേ? മറ്റുള്ളവർക്കും വീടുണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവണം. നമുക്ക് രോഗം ഉണ്ടാവരുത് എന്ന ആഗ്രഹമല്ലേ? മറ്റുള്ളവർക്കും രോഗം ഉണ്ടാവരുന്ന ആഗ്രഹം വേണം. നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് ആഗ്രഹമല്ലേ? മറ്റുള്ളവർക്ക് രോഗം വന്നാൽ അവർക്കും ചികിത്സിക്കണമെന്ന് ആഗ്രഹം വേണം. അപ്പോൾ ഈ ഒരു ഹദീസ് അങ്ങോട്ട് മണ്ടയിലേക്ക് കയറിയാൽ ഈ പറഞ്ഞ അബദാലികളെ സ്വഭാവം ഉണ്ടാവും അല്ലേ? ആളുകളെ സഹായിക്കും, അവരോട് പാവം തോന്നും, അവർക്ക് ഭക്ഷണം കൊടുക്കാനും വസ്ത്രം വാങ്ങി കൊടുക്കാനും ആവശ്യക്കാരെ സഹായിക്കാനും അതിനുണ്ടാകും. നാലാമത്തെ ഹദീസ് വറാബിഉ അൽ ഹലാലു ബയ്യൻ വൽ ഹറാമു ബയ്യൻ, ഹലാലും ഹറാമും വളരെ കൃത്യമാണ്. ഇതൊക്കെ ഹലാലാണ്, ഇതൊക്കെ ഹറാമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അതിൽ വേറെ മസലയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. കള്ളു കുടിക്കൽ ഹറാമാണ്, വ്യഭിചരിക്കൽ ഹറാമാണ്, കക്കൽ ഹറാമാണ്.
കൊലപാതകം ഹറാമാണ്, ഇത് ഹറാമാണ്, ഇത് കൃത്യമായി പറഞ്ഞു, ഇത് വ്യക്തമാണ്, ഇതൊക്കെ ഹറാമാണ്, ഇതൊക്കെ ഹലാലാണ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ കൃത്യമായി ഇത് മുഅ്മിനീങ്ങൾക്കൊക്കെ അറിയാം. ആർക്കാ അറിയാത്ത അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ അതിന്റെ ഇടയ്ക്ക് ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് മാറി നിൽക്കും ചെയ്യാം. വെറുതെ ഞാൻ ഹലാലോ ഹറാമോ ഉറപ്പില്ലാത്ത വെറുതെ അതിൽ ചെന്ന് ചാടണ്ട, അത് മാറി നിൽക്കും ചെയ്യാം. ഈ 4 ഹദീസുകൾ, ഈ 4 ഹദീസുകൾ ഒരാൾ പഠിക്കുകയും അതിന്റെ ആശയം ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അത് മതി. അവൻ 4 ഹദീസ് പഠിച്ചാൽ മതി, 4800 പഠിക്കണ്ട. അത് തെരഞ്ഞെടുത്ത് അതിനപ്പുറമുള്ള 5 ലക്ഷം ഹദീസ് പഠിക്കണ്ട. അതിനു മുമ്പ് അവർക്ക് മുമ്പുണ്ടായിരുന്ന മഹാന്മാർ, ആ ഇമാമീങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ, ഇമാം അബൂ ഹനീഫ തങ്ങളൊക്കെ പഠിച്ചിരുന്ന ആ ഹദീസുകൾ അതും വേണ്ട അല്ലേ? എല്ലാം കൂടെ ഒരു മുസ്ലിമിനെ നമ്മളെ എല്ലാം എന്നാ പിന്നെ ആരും പഠിക്കണ്ട എന്നല്ല ഈ പറഞ്ഞ, ആരും പഠിക്കണ്ട എന്നല്ല. മുസ്ലിം സമുദായത്തിൽ എല്ലാവരും ഇൽമു പഠിക്കണം എന്ന് ശറഅ് പറഞ്ഞിട്ടില്ല. എല്ലാവരും എല്ലാ ഇൽമും പഠിക്കണം അല്ലേ? എല്ലാവരും പഠിക്കൽ നിർബന്ധമായ ചില ഇൽമുകളുണ്ട്. എല്ലാവരും പഠിക്കൽ നിർബന്ധമായ ചില ഇൽമുകളുണ്ട്. നിസ്കാരത്തെ കുറിച്ച് എല്ലാവർക്കും പഠിക്കണം, കാരണം എല്ലാവരും നിസ്കരിക്കണം. അനിവാര്യമായ ചില കാര്യങ്ങൾ വിശ്വാസപരവും കർമ്മപരവുമായ മറ്റേ എല്ലാ ഇൽമും, ഇന്ന് ലോകത്തുള്ള എല്ലാ ഹദീസും എല്ലാവരും പഠിക്കണം എന്ന് നിർബന്ധമല്ല. എല്ലാ മൗലവിമാരും പഠിക്കണമെന്നില്ല. ഇൽമിന്റെ ഓരോ ശാഖകൾ എല്ലാവരും പഠിക്കണമെന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, മഹാന്മാർ, ബഹുമാനപ്പെട്ട മഹാന്മാര്, അവരൊക്കെ വലിയ ഇൽമു പഠിച്ചവർ, ഒരുപാട് പഠിച്ചവർ. പക്ഷേ ഖൽബിലേക്ക് കയറാൻ ഒരല്പം മതിയായിരുന്നു. എല്ലാം കൂടി ഒന്നും വേണ്ട. ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട ഇമാമുൽ അഇമ്മ, ഇമാമീങ്ങളുടെ ഇമാം എന്നറിയപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, അബൂ ഹനീഫത്തുൻ നുഅ്മാൻ അല്ലേ? അവരൊക്കെ ചരിത്രം നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? അള്ളാഹു നിലനിർത്തട്ടെ അല്ലേ? നമ്മൾ ഓരോ റമദാനിലും ഓരോ ദിവസങ്ങളിലും ഏത് ഉസ്താദുമാര് വരികയാണെങ്കിലും എല്ലാവരും എത്രയോ മഹാന്മാരെ പറയുന്നുണ്ട്. ഇപ്പം ഒരു സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഈ പറയുന്ന ആളുകളെ കുറിച്ചും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായി എന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അത് ശ്രമിക്കാം, നല്ല കാര്യമെന്ന് എനിക്കും തോന്നി. നമ്മളിപ്പോ ഓരോ ഇമാമിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ ഇത് പിന്നെ ഏത് നാട്ടുകാരനാണ്, ഏത് കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ ആളാണ് എന്നൊക്കെ നമുക്കൊരു ധാരണ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് പറഞ്ഞാൽ നന്നായി എന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഇതൊക്കെ നമുക്ക് അറിയുന്ന ആളുകളാണ്, കുറെ കേട്ട് പരിചയമുള്ള ആളുകൾ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അവരുടെയൊക്കെ ചരിത്രം പറയാ, അതന്നെ വലിയ ഇബാദത്തല്ലേ? പാപങ്ങൾ പൊറുക്കും കാരണമാണെന്നല്ലേ? മഹാന്മാരുടെ ചരിത്രം പറയാ, അവരെ കുറിച്ച് അവരെ പേര് പറയുമ്പോ റളിയല്ലാഹു അൻഹു പറയാ, റഹിമഹുല്ലാഹ് പറയാ, നവ്വറല്ലാഹു മർഖദ പറയാ, ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയാ. ഇതൊക്കെ വലിയ ഇബാദത്തല്ലേ? ഇൽമു തന്നെ, ഇൽമിന്റെ അഹ്ലുകാരെ പറയല് തന്നെ അതന്നെയല്ലേ ഏറ്റവും വലിയ ഇൽമ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് 30 കൊല്ലം തുടർച്ചയായി ഓരോ ദിവസവും ഒറ്റ റക്അത്തിലെ ഖുർആൻ ഖത്ം ഓതി തീർത്തു. മനസ്സിലാക്കണം, മഹത്വം മനസ്സിലാക്കണം. 30 കൊല്ലം തുടർച്ചയായി എല്ലാ ദിവസവും ഒറ്റ റക്അത്തിൽ ഖത്ം ഓതി തീർത്തു. ഓരോ ദിവസവും ഒരു റക്അത്തിൽ എന്ത് ചെയ്യും? ഖത്ം ഓതി തീർത്തു. ഒറ്റ റക്അത്തിൽ ഫാത്തിഹ ഉണ്ട് ഓതി, പിന്നെ അൽ ബഖറ തുടങ്ങി, പിന്നെ ഖുൽ റബ്ബിന്നാസിനെ അവസാനിപ്പിച്ചിട്ട് റുക്കൂയിൽ കണ്ടു പോവുള്ളൂ. ഒറ്റ റക്അത്തിൽ ഖുർആൻ മുഴുവൻ ഖത്ം ഓതി. അങ്ങനെ എത്ര കൊല്ലം? 30 കൊല്ലം. നമുക്ക് അത്ഭുതമായിട്ട് തോന്നാണ്. നമ്മൾ ഫസ്റ്റ് ദിവസം പറഞ്ഞിട്ടുണ്ട്, അത്ഭുതപ്പെടണ്ട, കാരണം അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കറാമത്താണ്, നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും. ഒറ്റ റക്അത്തിൽ 30 കൊല്ലം തുടർച്ചയായി ഒറ്റ റക്അത്തിൽ ഖുർആൻ ഖത്ം ഓതി തീർത്തു. ആരെ? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. മഹാനവറുകൾ 40 കൊല്ലം തുടർച്ചയായി ഇശാ നിസ്കരിച്ച അതേ വുദൂ കൊണ്ട് എന്തായിട്ടുണ്ട്? സുബഹി നിസ്കരിച്ചിട്ടുണ്ട് അല്ലേ? ഉറക്കൊഴിച്ചാൽ ഒരു ക്ഷീണമല്ല, അള്ളാഹു അതിന് ഒരു ശരീരത്തിന് കരുത്ത് കൊടുത്തു, കഴിവ് കൊടുത്തു. അൽഹംദുലില്ലാഹ്. മഹാനവറുകളെ
7000 ഖത്തം മഹാനവറുകൾ മരിച്ച അതേ സ്ഥലത്ത് വെച്ചിട്ട് മഹാനവറുകൾ കിടന്ന് മരിച്ചു. ആ മരിച്ച അതേ സ്ഥലത്ത് വെച്ചിട്ട് 7000 തവണ മഹാനവറുകൾ എന്തായിട്ടുണ്ട്? ഖുർആൻ ഖത്തം ഓതി തീർത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ഏറ്റവും ഉന്നതമായ മരണം കൊടുത്തു. ആ സ്ഥലം അല്ലേ, ആ സ്ഥലം സാക്ഷി നിൽക്കൂലേ? അച്ചവനെ യൗമയദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി പറയും, വിളിച്ചു പറയും, റബ്ബിനോട് പറയും, പറയേണ്ടത് മുഴുവനും പറയും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഭൂമി പറയുന്ന ഏറ്റവും വലിയൊരു വർത്താനാണ്, പടച്ചോനെ എന്റെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് വന്നിരുന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട് റബ്ബേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാ ഈ കാണുന്ന ഈ സ്ഥലം എത്ര ആൾക്ക് സാക്ഷി പറയും? ഈ സ്ഥലം, ഈ കൊപ്പം പള്ളിയുടെ ഈ ഉള്ളിലുള്ള സ്ഥലം എത്ര ആളുകൾക്ക് വേണ്ടി സാക്ഷി പറയും? അല്ലാഹു നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കട്ടെ. പടച്ചവനെ, റമദാനു ശരീഫിൽ നോമ്പ് നോച്ചിട്ട് മണിക്കൂറുകൾ ഇൽമു കേൾക്കാൻ വന്നവരാണ്. എന്റെ നെഞ്ചത്തിരുന്നു കൊണ്ട് അവര് ദിക്ർ ചൊല്ലിയിട്ടുണ്ട് റബ്ബേ, അവര് ദുആ ചെയ്തിട്ടുണ്ട് റബ്ബേ, അവര് നിസ്കരിച്ചിട്ടുണ്ട് റബ്ബേ. അല്ലേ പറയൂലേ? എത്രയോ ആളുകൾക്ക് സാക്ഷി പറയൂലേ? ഈ ഭൂമി സാക്ഷി പറയൂലേ? ഈ പള്ളി നിൽക്കുന്ന ഈ ഭൂമി സാക്ഷി പറയൂലേ? മഹാനവറുകൾ പടച്ച റബ്ബ് മരിച്ച മണ്ണ് അവിടെ തന്നെയാണ് ഖബറടക്കം ചെയ്യുക. മഹാന്മാരുടെ രീതി അങ്ങനെയാണ്, അവിടെ തന്നെയാണ് ഖബറടക്കം ചെയ്യുക. അല്ലേ? അത് നീക്കം ചെയ്യലും അത് വളരെ അപൂർവമാണ്. മഹാനായ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു രീതിയാണ്. അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണോ കടന്നു മരിച്ചത് അവിടെ തന്നെയാണ് ഖബറടക്കിയത്. ആയിഷാ ബീവിയുടെ വീട്ടില്, ആയിഷാ ബീവി മുത്തനബിയും ജീവിച്ച വീട്ടില് അവിടെ തന്നെ ഖബറടക്കി. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റഹിമഹുല്ലാഹ് മഹാനവറുകൾ കടന്ന് മരിച്ച അതേ പോയിന്റിൽ അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് 7000 തവണ ഖത്തം ഓതി പൂർത്തിയാക്കി. മൊത്തം 70000 ഖത്തം മഹാനവറുകൾ മരിക്കുന്നതിന് മുമ്പ് ഓതി തീർത്തിട്ടുണ്ട്. ആര്? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. യസീദ് ഇബ്നു ലൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യസീദ് ഇബ്നു ലൈസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാനും ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങളും ഒരു ദിവസം മഹാനവറുകളുടെ നാട്ടിലെ ഒരു പള്ളിയിൽ നിസ്കരിച്ചു. ഇശാ നിസ്കരിച്ചു. ശ്രദ്ധിക്കണം. ആര്? ഇമാം അബൂ ഹനീഫ തങ്ങളുണ്ട് മഅ്മൂമായിട്ട്. ഇമാമല്ല, ഇമാമ് വേറെ ആളാണ്. ഇമാമ് വേറൊരാളാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഒന്നാമത്തെ സ്വഫിൽ തന്നെ മഅ്മൂമായിട്ടുണ്ട്. ഞാനും ഉണ്ട്, അടുത്തുണ്ട്. ഇമാമ് ആദ്യത്തെ റക്അത്തിൽ ഓതി ഫാത്തിഹ കഴിഞ്ഞിട്ട് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ യൗമഇദിൻ യസ്ദുറു الناس അശ്താത ലിയറൗ അഅമാലഹും فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى فمن يعمل مثقال ذرة خيرا يرى. ഒരു അണുമണി തൂക്കം ഒരാൾ നന്മ ചെയ്താൽ അന്നത്തെ ദിവസം അത് കാണും. ومن يعمل مثقال ذرة شرا يرى. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും കാണും. ഒരു അണുമണി, ഒരു ഏറ്റവും ചെറിയ നിസ്സാരമായതാണോ ഷർറ്, തെറ്റ്, അതും റബ്ബിന്റെ കോടതിയിൽ കാണും. അതിന്റെ പേരിൽ ഹിസാബ്, വിചാരണ നേരിടേണ്ടി വരും. അതിന്റെ പേരിൽ ശിക്ഷ കിട്ടുമോ റബ്ബേ? ഈ ആയത്ത് മഹാനായ അബൂ ഹനീഫ ഇമാമ് ഓതിയത് കേട്ടപ്പോൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞപ്പോഴും ആ കരച്ചിൽ അവസാനിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു ലൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ സുബൈക്ക് വേണ്ടി ഞാൻ പള്ളിയിലേക്ക് എത്തി. നേരത്തെ എത്തി. സുബൈക്ക് മുമ്പ് തന്നെ സുബൈ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട മഹാനായ അബൂ ഹനീഫ പള്ളിയിൽ അതേ നൃത്തം തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, യാ മയ്യജ്ദി ബിമിസ്ഖാലി ദർറത്തിൻ ഖൈറൻ യറ
യാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തിൻ ശർറൻ യറ, ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിന് കൂലി കൊടുക്കുന്നവനായ റബ്ബേ. യാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തിൻ ശർറൻ യറ, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കുന്ന അല്ലാഹ്. അജ്രിൻ നുഅ്മാന മിനന്നാർ, ഈ നുഅ്മാന നരകത്തെന്ന് കാക്കണേ റബ്ബേ, ഈ നോമാന നരകത്തെന്ന് കാക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് തേകി തേകി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ നോമാൻ റഹിമഹുല്ലാഹ്. ഇമാമ് ഓതിയത് ഏത് സൂറത്താണ്? ഇദാ സുൽസിലത്തി. അതിന്റെ അവസാനത്തെ രണ്ടായത്തുകൾ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അവരുടെ അമല് കാണാൻ വേണ്ടി അന്നത്തെ ദിവസങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഒരു അണുമണി തൂക്കം ഏറ്റവും ചെറിയ ഒരു അമലുണ്ടോ അതിന് അല്ലാഹു ഒഴിവാക്കൂല, കൂലി തരും. ഒരണുമണി തൂക്കം തിന്മയുണ്ടോ അല്ലാഹു അതിന് ശിക്ഷയും തരും. ആ ശർറ അവന് കാണേണ്ടി വരും. ഇത് അല്ലാഹു ഉറപ്പിച്ചു പറഞ്ഞ ഈ സൂറത്തിലെ ആയത്തുകൾ കേട്ടപ്പോ ഇശാ നിസ്കാരത്തിലെ ഒന്നാമത്തെ റക്അത്തിൽ തുടങ്ങിയ കരച്ചിലാണ്. ആ കരച്ചിൽ സുബഹി വരെ അവസാനിച്ചിട്ടില്ല. സുബഹിക്ക് ഞാൻ കയറി ചെന്നപ്പോ ഇത് പറഞ്ഞു കരയാണ്. യാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തിൻ ഖൈറൻ യറ, യാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തിൻ ഒരണുമണിത്തൂക്കം നന്മക്ക് കൂലി കൊടുക്കുന്നവനായ റബ്ബേ, ഒരണുമണിത്തൂക്കം തിന്മയുണ്ടായാൽ അതിനു ശിക്ഷ കൊടുക്കുന്ന റബ്ബേ. അജ്രിൻ നുഅ്മാന മിനന്നാർ, ഈ നുഅ്മാൻ എന്ന് കാക്കണേ. ഞാൻ ഒന്നുണ്ടാക്കി അങ്ങോട്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവര്, ഞാൻ സലാം പറഞ്ഞു, എന്നെ കണ്ടു, കൈപിടിച്ചു. കരച്ചില് കണ്ണീര് വറ്റിയിട്ടില്ല. മഹാനവറുകൾ പറഞ്ഞു, മഹാനായ യസീദ് ഇബ്നു ലൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മഹാനവറുകളെ നിങ്ങൾ പോയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പോയിട്ടില്ല. ഇശാ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ നിന്ന് നിർത്താൻ പോയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. നേരം വെളുപ്പോഴും അതേ നൃത്തം, അതേ കരച്ചിൽ. ഈ രണ്ടേ ആയത്ത് ഓർത്തിട്ട് കരയാണ്. രണ്ടേ ആയത്ത് ഓർത്ത് കരയുകയാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഇത് ആരോടും പറയരുത് കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ തന്നെ നിന്നു, ഇങ്ങനെ കരഞ്ഞു. നേരം വെളുക്കുമ്പോ ഞാൻ ഇതേ അവസ്ഥയിലായിരുന്നു, ആരോടും പറയരുത് എന്ന് ബഹുമാനപ്പെട്ടവർ വസിയത്ത് ചെയ്യുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. എന്തിന് കൂടുതൽ വേണോ? ഖൽബിലേക്ക് ഒരായത്ത് കയറി കിട്ടിയാൽ, ഒരു ഹദീത്ത് കയറി കിട്ടിയാൽ, ഖൽബിലേക്ക് ഒന്നോ രണ്ടോ ഹദീത്ത് കയറി കിട്ടിയാൽ, ഖൽബിലേക്ക് ഒന്നോ രണ്ടോ ആയത്ത് കയറി കിട്ടിയാൽ, നേരത്തെ പറഞ്ഞില്ലേ ഇമാം ബഹുമാനപ്പെട്ട മഹാനായ അബൂ ദാവൂദ് തങ്ങൾ പറഞ്ഞു, ഒന്നും വേണ്ട മുഅ്മിനെ, ഖൽബിലേക്ക് 4 ഹദീസ് കയറിയാൽ മതി. ഇമാം അബൂ ഹനീഫ തങ്ങൾ പഠിപ്പിച്ച പാഠമാണ്. ഖുർആൻ മുഴുവൻ പഠിക്കണ്ട, ഖുർആൻ മുഴുവൻ മഹാനവറുകളെ പോലെ 70,000 ഖത്തമോദ് തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ഉള്ളത് ഒരൽപ്പമാണെങ്കിലും അത് ഖൽബിലേക്ക് ഇറങ്ങിപ്പോയാൽ വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ കലാമിലെ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോ ഈമാൻ അങ്ങനെ വർദ്ധിക്കുക. അതങ്ങനെ കേൾക്കുമ്പോ ഓതിയാലും കേട്ടാലും ഈമാൻ അങ്ങനെ കൂടാ. അതുണ്ടായാൽ മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. മഹാന്മാരായ അബ്ദാലുകൾ അവർ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അവര് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ആ ഉന്നതമായ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ അത്ര എത്താൻ കഴിയൂല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിയൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മൊത്തത്തിൽ വർത്തമാനം പറഞ്ഞതാട്ടോ.
കഴിയൂല എന്നല്ല അതിന് പറഞ്ഞത്, പൊതുവെ കഴിയൂല. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനത്തെ കഴിയുന്ന ആളുകൾ ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉന്നതമായ ദറജകൾ നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആ ദറജകൾ നേടിയവരെ ഇഷ്ടപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തന്നെ അബുൽ അബ്ബാസ് അൽ ഖവാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹുവിന്റെ മഹാനവറുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. മഹാനവറുകളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അല്ലേ? അങ്ങനെ ഓരോന്ന് പഠിക്കാണ്. മഹാന്മാരെ കുറിച്ച് പഠിക്കാനും അവർ ചെയ്തതുപോലെ ചെയ്യാനും ഒക്കെ താല്പര്യം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുക. നല്ല സ്വഭാവമാണ്. അപ്പൊ അവരെ നടപ്പെങ്ങനെ, അവരുടെ നിസ്കാരം എങ്ങനെ, എന്തൊക്കെയാണ് കൂടുതൽ, ഏതൊക്കെ ദിക്റാ അവർ ചെല്ലാറുള്ളത്, അവരെങ്ങനെ ഭക്ഷണം കഴിക്കാറുള്ളത്, അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കുക. മഹാനായ അബുൽ അബ്ബാസ് അൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുറെ അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. പക്ഷെ ബഹുമാനപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മഹാനവറുകള് നോക്കി നോക്കുമ്പോ അത് പലപ്പോഴും കണ്ടില്ല. ഭക്ഷണം കഴിക്കണത് കാണാറില്ല. മഹാനവറുകൾ ശിഷ്യന്മാരോട്, എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, അല്ല മഹാനായ ശൈഖ് അവറുകൾ, സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് ഇവരുടെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ്? ഞാനത് പഠിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നിട്ടില്ല. ഞാൻ പലപ്പോഴും നോക്കി, പക്ഷേ ഒരു ഭക്ഷണം കാണണ്ടേ. എന്നാ ശിഷ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം ആടിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ തടവി, നെറ്റിതടത്തിലൊക്കെ ഇങ്ങനെ തടവി കൊടുത്തു. അങ്ങനെ സന്തോഷം, വലിയ റാഹത്തായി. എന്തൊക്കെയോ മഹാനവറുകള് ഫാരിസി ഭാഷയിൽ ആടിനോട് എന്തൊക്കെ പറയുന്നുണ്ട്. ഫാരിസി ഭാഷയിൽ ആടിനോട് എന്തൊക്കെ പറയുന്നുണ്ട്. മുഖത്ത് ഇങ്ങനെ തടവി കൊടുത്തു, നെറ്റിതടവൊക്കെ തടവി. എന്നിട്ട് ഈ പാത്രം കൊണ്ട് മഹാനവറുകൾ പാല് കറന്നു. മഹാനവറുകൾ ആ പാല് കുടിച്ചു. ആട് ഞങ്ങൾ പോകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സുബ്ഹാനല്ലാഹ്, ആട് വന്നിട്ട് മുട്ടി വിളിക്കുകയാണ്. ആട് പോകുന്ന സമയത്തും എന്തൊക്കെയോ ഫാരിസി ഭാഷയിൽ പറഞ്ഞു. സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് യാത്രയാക്കി. ആട് അങ്ങനെ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മഹാന്മാർക്ക് അങ്ങനെയുള്ള വഴികൾ തുറന്നു കൊടുക്കും. അവർക്ക് മൃഗങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കും, അല്ലേ? പക്ഷിപ്പറവകളെ കീഴ്പ്പെടുത്തി കൊടുക്കും. അല്ലാഹു ഉന്നതമായ പദവികൾ അവർക്ക് നൽകും. മഹാനായ ഖുർസ് ബിൻ വബറ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകള് ഇസ്മുൽ ആലം, അല്ലാഹുവിന്റെ ഇസ്മുൽ ആലം കിട്ടാൻ വേണ്ടി രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്തു. അല്ലേ? ഫഅതഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മുൽ ആലം കൊടുത്തു. ചില മഹാന്മാര് 10 കൊല്ലം ദുആ ചെയ്തിട്ട് ഇസ്മുൽ ആലം കിട്ടി. 1 കൊല്ലം ദുആ ചെയ്തിട്ട് ഇസ്മുൽ ആലം കിട്ടി. അങ്ങനെ മഹാന്മാരുടെ ഒക്കെ ചരിത്രത്തിൽ കാണാം, അല്ലെ? ചില കിതാബുകളിലൊക്കെ പിന്നെ 10 കൊല്ലം ഇസ്മുൽ ആലം അവർ കിട്ടാൻ വേണ്ടി ദ്വാരുന്ന ദുആ ഇന്നതായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇസ്മുൽ ആലം ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങളുടെ മുഫരിജുൽ ഖുറൂബിൽ അതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങൾക്ക് വിതരണം ചെയ്യാം എന്ന് പറഞ്ഞ ആ പിന്നെ ഏടിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദിക്റിന്റെ പുസ്തകത്തിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്മുൽ ആലം മഹാനായ ഖുർസ് ബിൻ വബറ റഹിമഹുല്ലാഹ് മഹാനവറുകളെ ഇസ്മുൽ ആലം ചോദിച്ചു. ഇസ്മുൽ ആലം കിട്ടി. ഇസ്മുൽ ആലം ഒരാൾക്ക് കിട്ടിയാൽ, അതായത് ഇസ്മുൽ ആലമിന് വലിയ സിറുണ്ട്, രഹസ്യമുണ്ട്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ ഏതോ ഒരു നാമാണ് ഇസ്മുൽ ആലം. 99 നാമം കൊണ്ട് ചൊല്ലിയാൽ ഇസ്മുൽ ആലം ആയില്ലേ? ഇസ്മുൽ ആലം കൊണ്ട് ചോദിച്ചാൽ ഉത്തരം ഉറപ്പ്. എങ്ങനെയാണ്? പക്ഷെ മനസ്സിലായില്ല. എങ്ങനെ? ഇസ്മുൽ ആലം കൊണ്ട് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഉറപ്പാണ്. ബഹുമാനപ്പെട്ട ആസിഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു ബൽഖീസിന്റെ കൊട്ടാരത്തിൽ നിന്ന് സിംഹാസനം കൊണ്ടുവന്നത് ഇസ്മുൽ ആലം ചൊല്ലിയിട്ടാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ചരിത്ര. മഹാനവർ ചൊല്ലിയ ഇസ്മുൽ ആലം ഏതാണ്? പല അഭിപ്രായങ്ങളുണ്ട്. യാദുൽ ജലാലി വൽ ഇക്റാമാണ് എന്ന അഭിപ്രായമുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ആണെന്ന അഭിപ്രായമുണ്ട്. യാ റഹ്മാനു യാ റഹീം എന്നാണ് അഭിപ്രായമുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. നമ്മളിന്ന് അതൊക്കെയാണ് ചൊല്ലി നോക്കി.
എന്നാൽ നമുക്ക് ഇസ്മുൽ ആദം കിട്ടുമോ? അത് അങ്ങനെ കിട്ടൂല. ഇസ്മുൽ ആദം ഇതാ ഞാൻ പറഞ്ഞത്, 10 കൊല്ലം ആവശ്യപ്പെട്ടിട്ട് ചില ആളുകൾക്ക് ഇസ്മുൽ ആദം കിട്ടി, ചില ആളുകൾക്ക് 1 കൊല്ലം കൊണ്ട്, ചില ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ കൊല്ലം കൊണ്ട് വളരെ കഠിനാധ്വാനം ചെയ്തിട്ട് ഇസ്മുൽ ആദം കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ആ കിട്ടിക്കഴിഞ്ഞാല് എന്നാ കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നേരത്തെ അറിയണതല്ലേ, യാ ഹയ്യു യാ ഖയ്യൂം എത്ര ചൊല്ലിയതല്ലേ, ഒരു കിട്ടൽ അത് വേറെയാണ്, അതൊരു പിടുത്തം കിട്ടലാണ്. യാ ഹയ്യു യാ ഖയ്യൂം അറിയാത്തത് കൊണ്ടല്ല, അത് അള്ളാഹുവിൽ നിന്ന് പടച്ച റബ്ബിലേക്ക് അതുകൊണ്ട് ദ്വാരന്നാൽ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞ ആ ഒരു ഘട്ടത്തിലെ കണ്ട് എത്തലാണ്. അത് ചിലപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും വട്ടം ചിലപ്പോൾ ചൊല്ലേണ്ടി വരും. ചിലപ്പോൾ 10 കൊല്ലം 15 കൊല്ലം അത് ഇങ്ങനെ ചൊല്ലി ആ ഇസ്മുൽ ആദം അത് അങ്ങനെ നമുക്ക് അതിന്റെ ആ സിർ കിട്ടലാണ്. അങ്ങനെ മഹാനവറുകൾക്ക് കിട്ടിയപ്പോ അത് കിട്ടിയാൽ പിന്നെ ചോദിച്ചത് അള്ളാഹു തരും. എന്താണോ ചോദിച്ചത് അള്ളാഹു അങ്ങോട്ട് തരും. അപ്പൊ മഹാനവറുകൾ ചോദിച്ച എന്താ അറിയോ ചോദിച്ചത്? പഠിച്ചോനെ എന്നാ എനിക്ക് വലിയൊരു വീട് വേണം, അല്ലെങ്കിൽ പിന്നെ അത് വേണം, വണ്ടി വേണം, ഇതൊന്നല്ല ചോദിച്ചത്. എന്നാ ഞാൻ സ്വർഗം അല്ല ചോദിച്ചത്. ഇസ്മുൽ ആദം കൊണ്ട് എന്താണോ ചോദിച്ചത് കിട്ടുമല്ലോ, മനസ്സിലായില്ലേ? അത് കിട്ടുന്ന ഉറപ്പല്ലേ? അപ്പൊ എന്ത് ചോദിക്കാം? അന്ന് ദുനിയാവ് ചോദിക്കണം, സ്വർഗം ചോദിക്കാം, സ്വർഗത്തിൽ ഫിർദൗസ് ചോദിക്കാം. അതൊന്നും ചോദിച്ചില്ല. മഹാനവറുകൾ ചോദിച്ചത് അല്ലാഹുവിനോട് മഹാനവറുകൾ ചോദിച്ചത്, പടച്ചവനെ അയ്യുഖവിയ ഹത്താ യഖ്തിമൽ ഖുർആന ഫിൽ യൗമി വൽ ലൈലി 3 ഖതമാത്, ഒരു ദിവസം 3 ഖത്തം ഓതാനുള്ള ശക്തി എനിക്ക് തരണേ റബ്ബേ. അതാണ് ചോദിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് 3 ഖത്തം തീർക്കാനുള്ള ശക്തി എനിക്ക് തരണേ റബ്ബേ എന്ന് ആര് ചോദിച്ചു? ബഹുമാനപ്പെട്ട ഖുർസ് ബനു അബറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. അല്ലാഹു അതിനുള്ള ശക്തി കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്ത് നമുക്ക് പിന്നെ 3 ദിവസത്തിൽ താഴെ സമയമെടുത്തിട്ട് ഖത്തം തീർക്കാൻ നമുക്ക് നല്ലതല്ല. നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓർമ്മല്ലേ? നമ്മൾ ഖത്തം തീർക്കേണ്ടത് എങ്ങനെയാണ്? സാധാരണക്കാരായ നമ്മൾ ഖത്തം തീർക്കേണ്ടത് ഒരാഴ്ചയുള്ള ഖത്തൊക്കെ തീർത്താൽ മതി. അതൊക്കെ ആശയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഖത്തം തീർക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 3 ദിവസത്തിലും താഴെ അതുകൊണ്ട് ഇങ്ങോട്ട് ആകെ ചീറിപ്പാഞ്ഞിട്ടൊരു ഖത്തം തീർത്താൽ അതിന് വലിയ പുണ്യമൊന്നുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നെ അതിന് ആ സമയം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇമാം ഷാഫി തങ്ങളെ ഖത്തം തീർത്തില്ലേ, അതിനുള്ള ശക്തി അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു? കൊടുത്തു. ഇതേപോലെ ഒരു ശക്തി കിട്ടാൻ അത് അള്ളാഹു കൊടുക്കുന്ന ഒരു കഴിവാണ്. ആ കഴിവ് കിട്ടാനാണ് ദ്വാരുന്നത്. ഇസ്മുൽ ആദം കിട്ടിയപ്പോ ദ്വാരുന്നത് എന്താ? ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി ഒരു പകൽ കൊണ്ട്, 24 മണിക്കൂർ കൊണ്ട് 3 ഖത്തം തീർക്കാനുള്ള കഴിവ് പടച്ചവനെ തരണേനാ. അതിലൊന്നും മുടക്കണ്ടാവരുത്. നിസ്കാരം മുടങ്ങരുത്, ഭക്ഷണം കഴിക്കൽ മുടങ്ങരുത്, മറ്റുള്ള കാര്യങ്ങളൊന്നും മുടങ്ങാതെ ബാക്കിയുള്ള സമയം കൊണ്ട് ഒരു ദിവസം കൊണ്ട് 3 ഖത്ത് ഓതാനുള്ള കഴിവ് അന്നാണ് കൊടുക്കന്നെ. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഇസ്മുൽ ആദം കൊണ്ട് മഹാനവറുകൾക്ക് കിട്ടിയതാണ്. അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു ദിവസം മഹാനവറുകളെ കണ്ടു. ഖുർസ് റളിയല്ലാഹു അൻഹു, ഖുർസ് ബനു അബറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. മഹാനവറുകൾ ഇങ്ങനെ നല്ല ചൂടുള്ള കാലമാണ്, ചുട്ടുപൊള്ളുന്ന സമയമാണ്. മൂപ്പര് നിൽക്കുന്നത് എവിടെയാണ്? ഒരു തണലുമില്ലാത്തൊരു സ്ഥലത്തുമാണ്. അവിടെ നിസ്കരിക്കുകയാണ്. അവിടെ തണലുണ്ടാവാൻ യാതൊരു സംവിധാനവുമില്ല. ഭയങ്കര ചുട്ടുപൊള്ളുന്ന സമയം, നല്ല വെയിൽ, എല്ലായിടത്തും നല്ല വെയിലാ. മൂപ്പര് നിൽക്കുന്നിടത്ത് തണലിന് ഒരു സാധനവും സംവിധാനവും ഇല്ല. മഹാനവറുകൾ നിസ്കരിക്കാണ്. സുബ്ഹാനല്ലാഹ് വഇദാ സഹാബത്തുൻ തുളില്ലു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു മേഘം, സാധാരണ മേഘത്തിന്റെ ഒരു നിലപാടുണ്ടാവും, അവിടുന്ന് കുറച്ചും കൂടെ ഇറങ്ങി വന്ന് ഒരു മേഘം അനങ്ങാതെ അവിടെ ഇങ്ങനെ തണലിട്ട് കൊടുക്കാൻ മൂപ്പർക്ക്. നിസ്കരിക്കുന്ന മഹാനവറുകൾ തണലിട്ട് കൊടുക്കുക. ഫലമ്മാ റആനി, അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ എന്നിലേക്ക് തിരിഞ്ഞു, എന്നിലേക്ക് കണ്ടു, എന്നിലേക്ക് തിരിഞ്ഞു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഇത് ആരോടും പറയരുത് കേട്ടോ. ഏത്? ഈ മേഘം എനിക്ക് തണലിട്ട് തന്നത് കണ്ടത് ആരോടും പറയരുത്. സഹോദരാ ഉഹിബ്ബു, ഞാൻ നിന്നോട് ഇഷ്ടപ്പെട്ടുകൊണ്ടത് എനിക്ക് വലിയ താല്പര്യമാണ്. നീ മറച്ചു വെക്കണം, ഞാൻ ഈ കണ്ട കാര്യം മറച്ചു വെക്കണം. അപ്പൊ ഞാൻ മഹാനവരോട് പറഞ്ഞു, ഞാൻ സത്യം ചെയ്തു, ഇല്ല ഞാൻ പറയൂല, അല്ലാ ഉഖർ ബിഹി, അത് ഞാൻ ഒരാളോടും പറയൂല എന്ന് സത്യം ചെയ്തു. മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇതുണ്ടായി ആളുകളോട് പറഞ്ഞു. ഔലിയാക്കളുടെ രീതി അങ്ങനെയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടാൽ ജീവിതകാലത്ത് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. മരണത്തിന് ശേഷം എന്ത് ചെയ്യാ? പറയാ. പല ആളുകളും അങ്ങനെ, എന്നാ പിന്നെ മരിച്ചാ പറഞ്ഞോളാം, മരിച്ചാ പറഞ്ഞോളാനും പറഞ്ഞു.
കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളതൊക്കെ അത്ഭുതങ്ങളൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആളുകൾ പിന്നാലെ കൂടും, അല്ലെങ്കിൽ അതിങ്ങനെ ആളുകൾ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും. അപ്പോ ഈ അമല് ബാത്തിലായി പോകും എന്ന് പേടിയാണ് അവർക്ക്, അല്ലേ? ഇന്നത്തെ കാലത്തൊക്കെ കറാമത്തുകൾ ചില ആളുകൾ ഉണ്ടാക്കാൻ നടക്കാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലേ? അതിന് പല വിദ്യകളുണ്ട്. കറാമത്ത് ഉണ്ടാക്കാൻ വലിയ വിദ്യകളൊക്കെ ഉണ്ട്. അതിന് കൺകെട്ടും മാജിക്കും പിന്നെ ഹിപ്നോട്ടിസം മെസ്മറിസം ഒക്കെ പഠിച്ചിട്ട് കറാമത്ത് ഉണ്ടാക്കുക. കറാമത്ത് പിന്നെ വാടകയ്ക്ക് അതിനെ വിളിച്ചിട്ട് ആളുകളെ കൊണ്ട് കറാമത്ത് ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ നാട്ടിൽ, കേരളത്തിൽ, അല്ലേ? ഒരാള് വന്നിട്ട് ഒരു ദിക്റിന്റെ ഹൽക്കയിലേക്ക്, ഒരു വലിയ ഔലിയാണ് ശൈഖാണെന്ന് പറയുന്ന ഒരാള് നടത്തുന്ന ദിക്റിന്റെ ഹൽക്കയിലേക്ക് ഒരാള് കൊച്ചി ചാടി ഇങ്ങനെ വരിക, അല്ലേ? എല്ലാരും ഇങ്ങനെ അനങ്ങാതെ അടങ്ങിയിരിക്കുന്ന സമയത്ത് ഒരാൾ ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ പാടെ എല്ലാരെയും അറിയിച്ചിട്ട് കൊച്ചിച്ചാടി ഇങ്ങനെ മുമ്പിൽ കൊണ്ട് വന്നാൽ എല്ലാവരും അറിയാലോ, എല്ലാവരും നോക്കുമല്ലോ, ശ്രദ്ധിക്കുമല്ലോ. മൂപ്പര് കൊച്ചിച്ചാടി മുമ്പിൽ വന്നിട്ട് മഹാനവറുകളെ ഞാൻ വികലാംഗനാണ്, ദിക്റിന്റെ സാഹസത്തിൽ എനിക്ക് നടക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട്, ആ കോലത്തിലാ വരവ്, കണ്ടാൽ തന്നെ പാവം തോന്നും, അതുകൊണ്ട് അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നത്തെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അവിടെ എന്തോ സ്വർണ്ണ സംഭാവന കൊടുത്തു. ഇത് ആൾക്കാരെ ഇങ്ങനെ കാണാം. ഇയാളങ്ങോട്ട് ദ്വയറുന്നില്ല, ഒരു വമ്പൻ ദ്വയ അങ്ങോട്ട് കഴിയണോട് കൂടെ ഈ വികലാംഗനായ ആള് മുമ്പെന്ന് ഒന്നാം സഫ് വന്നിട്ടുണ്ട്, നല്ല കൂളായിട്ട് റാഹത്തായിട്ട് ഇങ്ങനെ പോവുക. പടച്ചോനെ, പിന്നെ ആളുകൾ സ്വർണ്ണോ രത്നമൊക്കെ കൊണ്ടു കൊടുക്കൂലേ, അല്ലേ? അങ്ങനെയാണ്. പിന്നെ അത് നാട്ടുകാര് പിന്നെ അത് പിടിച്ചു. നാട്ടുകാര് പിടിച്ചപ്പോൾ ഈ ആള് നല്ലൊരു അഭിനയക്കാരനാണ്. ഇവിടുന്ന് ഇതൊന്നും നാട്ടിൽ കണ്ടത് അഭിനയിക്കാനുള്ള കഴിവ് വളരെ കൃത്യമായി, ശരിക്കും വെറുതെ ഒരു കാട്ടിക്കൂട്ടല്ലോ. അപ്പൊ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാത്ര ഇയാൾ. അയാൾക്ക് കായ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച് മറ്റുള്ളവരെ പോക്കറ്റടിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട്, കറാമത്ത് ഇങ്ങനെ ബിസിനസ് ആക്കുന്ന ഒരു കാലം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തന്നെ അത് രഹസ്യമായി വെക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായി മനസ്സിലാക്കാൻ, അവരെ ഇഷ്ടപ്പെടാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഈ ഏട് എല്ലാവർക്കും കൊടുക്കട്ടോ. ഈ ഏടിന്റെ റൂമിലെ എല്ലാവർക്കും കയ്യിൽ കൊണ്ടുകൊടുക്കും. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ആ 7 കുട്ടികൾ വിതരണം ചെയ്യുന്നുണ്ട്. അന്നത്തേതുപോലെ അന്ന് നമ്മൾ അതിൽ ഹിസ്ബുൽ ബഹർ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൽ 1-2 സ്വലാത്തുകളൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അത് വാങ്ങാൻ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്